من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا अम्मा बाद मोहतरम भाइयों, बुजुर्गों और दोस्तों, अल्लाह रब्बुल इज़्ज़त ने हर इंसान के लिए इस दुनिया को इम्तिहान की जगह बनाया है। അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഓരോ മനുഷ്യർക്കും ഈ ദുനിയാവ് ഒരു പരീക്ഷണത്തിൻ്റെ വേദിയാക്കിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. इसका नाम है, दुनिया का नाम है दारुल इम्तिहान. ദുനിയാവിൻ്റെ പേര് തന്നെ ദാറുൽ ഇംതിഹാൻ അഥവാ പരീക്ഷയുടെ വീടെന്നാണ്. यहाँ हर इंसान को अल्लाह इम्तिहान लेने के लिए भेजते हैं. ഇവിടെ മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അയച്ചിരിക്കുന്നത്. अच्छों का भी इम्तिहान लेते हैं, बुरों का भी इम्तिहान लेते हैं. നല്ല ആൾക്കാരെയും അല്ലാഹു പരീക്ഷിക്കും, മോശം ആൾക്കാരെയും പരീക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അയച്ചിരിക്കുന്നത്. ये नहीं है कि सिर्फ गुनाहगारों का लेते हैं, दीनदारों का भी इम्तिहान लेते हैं. മോശമായ ആൾക്കാർ, തെറ്റ് ചെയ്യുന്നവരെ മാത്രം പരീക്ഷിക്കും എന്നല്ല, നല്ല ദീനുള്ള ആൾക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. कभी खुशियां देकर इम्तिहान लेते हैं, कभी गम देकर इम्तिहान लेते हैं. ചിലപ്പോൾ നമ്മൾക്ക് സന്തോഷം നൽകി നമ്മളെ പരീക്ഷിക്കും, ചിലപ്പോൾ നമുക്ക് ദുഃഖം നൽകി നമ്മളെ പരീക്ഷിക്കും. कभी सेहत देकर इम्तिहान लेते हैं, कभी बीमारियां देकर इम्तिहान लेते हैं. ചിലപ്പോൾ ആരോഗ്യം നൽകി നമ്മളെ പരീക്ഷിക്കും, ചിലപ്പോൾ അസുഖങ്ങൾ നൽകി നമ്മളെ പരീക്ഷിക്കും. जवानी भी इम्तिहान है, बुढ़ापा भी इम्तिहान है. യുവത്വം ഒരു പരീക്ഷണമാണ്, പ്രായാധിക്യം, വാർദ്ധക്യം അതും ഒരു പരീക്ഷണമാണ്. हर एक को इस दुनिया में इम्तिहान से गुजरना पड़ता है. എല്ലാ ഓരോ മനുഷ്യനും ഈ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടത് നിർബന്ധമാണ്. नबियों का इम्तिहान लिया, നബിമാരെ പോലും പരീക്ഷിച്ചു. हालांकि अंबिया अल्लाह के महबूब बंदे हैं. നബിമാർ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ട് പോലും हजरत इब्राहिम अलैहिस्सलाम, अल्लाह ने उनको खलील पुकारा. ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹു അദ്ദേഹത്തിനെ ഖലീൽ എന്ന്, തന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ചു. कि जमीन पर मेरा दोस्त कौन है? इब्राहिम. ഈ ഭൂമിയിൽ എന്റെ സുഹൃത്ത് ആരാണ്? അത് ഇബ്രാഹിമാണ്. फरिश्तों से कहते हैं, अल्लाह ताला फरिश्तों से कहते हैं कि जमीन पर मेरा दोस्त है इब्राहिम. മലക്കുകളോട് പറഞ്ഞു, ഭൂമിയിലുള്ള എന്റെ സുഹൃത്ത്, എന്റെ ചങ്ങാതി അത് ഇബ്രാഹിമാണ്. अगर कोई बड़ा आदमी कह दे कि अड़तला में फला मेरा दोस्त है, तो वो मेरे उतना मोटा हो जाता है. ഏതെങ്കിലും ഒരു വലിയ അയാള് പറയണ ഇടത്തലയില് ഇന്ന ആള് എന്റെ ചങ്ങാതിയാണ്, സുഹൃത്താണെന്ന് പറഞ്ഞാൽ അയാള് എന്നെ പോലെ വലിയൊരു തടിയനായി, വലിയ വണ്ണുള്ള ആളായി മാറും സ്വയം. और यहाँ खालिक है कायनात, जमीनों और आसमानों का बनाने वाला फरिश्तों से कह रहा है कि इब्राहिम मेरा दोस्त है. ഇവിടെ ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മലക്കുകളോട് പറയുകയാണ്, ഈ ഇബ്രാഹിം എന്റെ സുഹൃത്താണെന്ന്. लेकिन दोस्त को भी नहीं छोड़ा. പക്ഷെ ആ ചങ്ങാതിയെ പോലും വിട്ടില്ല അല്ലാഹു. कुरान करीम में है, ഖുർആനിലുണ്ട്, وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ.
महून वो इब्तिला इब्तिला कहते हैं, इब्तिला कहते हैं इम्तिहान, आजमाइश। वो इब्तिला इब्राहिम रब्बुहु बिकलिमातिन फअतम्महुन, हमने इब्राहिम को आजमाया, आजमाइशों से गुजारा, और वो सब इम्तिहानात में पूरे पूरे कामयाब हुए। फअतम्महुन, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ഇബ്രാഹിമിനെ പരീക്ഷിച്ചു, ആ പരീക്ഷണത്തിൽ പരിപൂർണമായി വിജയിച്ചവനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. तो नबियों को अल्लाह ने इम्तिहानात से गुजारा। एक नबी हैं अയ്യൂബ് अलैहिस्सलाम, നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിലൂടെ കടത്തിവിട്ടു. ഒരു നബിയുണ്ട്, അയ്യൂബ് നബി അലൈഹിസ്സലാം. उनका सबर मशहूर है। അദ്ദേഹത്തിന്റെ ക്ഷമ അത് വളരെ പ്രസിദ്ധമായതാണ്. नबियों में हर नबी की एक खास सिफत, तो अയ്യൂബ് अलैहिस्सलाम की खास सिफत सब्र अയ്യൂബी। എല്ലാ നബിമാർക്കും പ്രത്യേകമായ ഒരു ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട്. അയ്യൂബ് നബിയുടെ ഗുണം അത് ക്ഷമയുടെ ഗുണമാണ്. नहीं, तो अल्लाह ने उनको बीमारियों में आजमाया। അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ രോഗം നൽകി പരീക്ഷിച്ചു. उन पर बीमारियां आई, वो गांव छोड़कर, बस्ती छोड़कर एक पहाड़ के गार में जाकर रहने लगे। അദ്ദേഹത്തിന് രോഗം എത്രത്തോളം മൂർച്ഛിച്ചു, അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് നാട് വിട്ട് അദ്ദേഹം ഒരു കുന്നും പുറത്ത് പർവ്വതത്തിന്റെ മേൽ മാറി താമസിക്കേണ്ടി വന്നു. वो उनका ICU था। അത് അദ്ദേഹത്തിന്റെ ICU പോലെ, നമ്മൾ ആസ്പത്രിയിൽ കാണുന്ന ICU പോലെ ആയിരുന്നു ആ സ്ഥലം. तो बीमारी बढ़ गई, രോഗം മൂർച്ഛിച്ചു. कहते हैं भाई ICU में रखा है, क्या मतलब कि बीमारी बहुत बढ़ गई। ഒരു രോഗിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ICUവിൽ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രോഗം വളരെയധികം മൂർച്ഛിച്ചിരിക്കുകയാണ്, കൂടുതലാണ്. तो अയ്യൂബ് अलैहिस्सलाम का ICU था पहाड़ का गार। അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ICU ആയിരുന്നു ഈ പർവ്വതത്തിലുള്ള ഗുഹ. सबने साथ छोड़ दिया, बेटे उन्होंने भी साथ छोड़ दिया। എല്ലാവരും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു, സ്വന്തം മകന് പോലും കൈയൊഴിഞ്ഞു. हालात जब अच्छे होते हैं तो सब साथ देते हैं, हालात जब बिगड़ते हैं तो सब साथ, बोलो भाई, सब साथ छोड़ देते हैं। हालात अच्छे हैं सब साथ देते हैं, हालात बिगड़ते हैं सब साथ छोड़ देते हैं। അവസ്ഥകൾ നന്നാവുമ്പോൾ എല്ലാവരും ഉണ്ടാവും കൂടെ, അവസ്ഥകൾ മോശമാവുമ്പോഴോ ആൾക്കാർ വിട്ടുപോകും, കൈയൊഴിയും. तो बेटे भी छोड़ के चले गए। മകനും കൈയൊഴിഞ്ഞു, വിട്ടുപോയി. एक बीवी अकेली उनकी खिदमत करती रही उस गार में, बीमारी के जमाने में। ഒരു ഭാര്യ അവര് ഒറ്റയ്ക്ക് ഇദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ ഗുഹയില്, പർവ്വതത്തിലുള്ള ഗുഹയില് അവരെ ശുശ്രൂഷിച്ചു. जब बीमारी बहुत बढ़ गई तो सब्र अയ്യൂബी प्याला छिलक गया। हाँ, उर्दू में कहते हैं प्याला छिलक गया। जब शरबत डालते जाओ गिलास भर के क्या होता है, बाहर निकल जाता, बाहर आ जाता है, उसको कहते हैं छिलक गया। അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു, കൂടി. എത്രമാത്രം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാല് സബറെ അയ്യൂബി, ക്ഷമ, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ക്ഷമ അത് തുളുമ്പിപ്പോയി. നമ്മൾ ഉറുദുവിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, അതായത് ഒരു ഷർബത്ത് ഒരു ഗ്ലാസ്സിൽ കൊഴിച്ചു കഴിഞ്ഞാൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് തുളുമ്പുന്നത് പോലെ അത് പുറത്തേക്കൊന്ന് തുളുമ്പിപ്പോയി. അല്ലാഹ് को पुकारा, അദ്ദേഹം ആ സമയത്ത് അള്ളാഹുവിനെ വിളിച്ചു. एक दुआ मांगी, ഒരു ദുആ ചെയ്തു. वो दुआ कुरान करीम में है। ആ ദുആ ഖുർആനിലുണ്ട്. उन्होंने दुआ मांगी, रब्बी अन्नी मस्सनी अद्दुर्र व अंत अरहमुर राहिमीन। रब्बी अन्नी मस्सनी अद्दुर्र व अंत अरहमुर राहिमीन। अल्लाह, इस बीमारी ने मुझे बहुत सताया है, मुझे इस बीमारी से बहुत तकलीफ हो रही है, और तू
सब रहम करने वालों से बड़ा रहम करने वाला है. ഈ സമയത്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഒരു ദുആ ചെയ്തു, അള്ളാഹുവേ എൻ്റെ രോഗം വളരെയധികം മൂർച്ഛിച്ചിരിക്കുകയാണ്, നീയാണെങ്കിൽ ഏറ്റവും കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. ये दुआ कुरान करीम में है. ഈ ദുആ ഖുർആനിലുണ്ട്. कुरान करीम बहुत बड़ा खजाना है. ഈ ഖുർആന് ഒരു വലിയ ഒരു ഖജനാവ് പോലെയാണ്. ऐसा खजाना दुनिया में किसी के पास नहीं है. എങ്ങനത്തെ ഖജനാവാണ് ഇത്? ദുനിയാവിൽ ഒരു ആരെ കയ്യിലും ഇല്ലാത്ത അത്രയും വലിയ കൂമ്പാരമാണ്, ഖജാനയാണ്. किसी कौम के पास नहीं है. ഇത് ഒരു സമൂഹത്തിന്റെ കയ്യിലുമില്ല. तमाम नबियों की दुआएं अल्लाह ने कुरान में नकल की हैं. മുഴുവൻ നബിമാരുടെയും ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എഴുതിയിട്ടുണ്ട്. आदम अलैहिस्सलाम ने क्या दुआ मांगी? ആദം നബി അലൈഹി സ്വലാം എന്ത് ദുആ ചെയ്തു? नूह अलैहिस्सलाम ने क्या दुआ मांगी? നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് എന്താണ് പ്രാർത്ഥിച്ചത്? इब्राहिम अलैहिस्सलाम ने क्या दुआएं मांगी? ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താണ് അള്ളാഹുവിനോട് ചോദിച്ചത്? अയ്यूब अलैहिस्सलाम ने क्या दुआ मांगी? അയ്യൂബ് നബി അലൈഹി സ്വലാം എന്ത് ദുആയാണ് ചെയ്തത്? यूसुफ अलैहिस्सलाम ने क्या क्या दुआएं मांगी? യൂസുഫ് നബി അലൈഹി സ്വലാം ഏതെല്ലാം ദുആ ആണ് ചെയ്തത്? वो सब अजीब की कुरान है कि अल्लाह ने तमाम नबियों की दुआएं कुरान में नाजिल करके वो खजाना हमको दे दिया. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹമാണ് അള്ളാഹു നമ്മൾക്ക് ഈ നബിമാരുടെ എല്ലാം ദുആകള് ഖുർആനിൽ ഒരുമിച്ച് കൂട്ടി നമുക്ക് വലിയൊരു നിധിയായി നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. हम नाक़दरे हैं. നമ്മൾ അതിനോട് കാണിക്കുന്ന കൂറ് കാണിക്കാത്തവരാണ്. मैं हमारे दोस्तों से कहता हूँ कि भाई जब कुरान पढ़ो तो जहाँ दुआएं आती हैं कुरान में, नबियों की दुआएं, तो वहाँ ज़रा ठहर जाओ, ज़रा आराम से मज़ा लेके पढ़ो. ഞാൻ എൻ്റെ അടുത്ത കൂട്ടുകാരോട് പറയാറുണ്ട്, നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ എവിടെയെല്ലാം നബിമാരുടെ ദുആകൾ നിങ്ങൾ ഓതാറുണ്ടോ അവിടെ നിങ്ങൾ അങ്ങനെ ഓതിപ്പോകല്ലേ, നിങ്ങൾ അവിടെ നിന്ന് നിർത്ത്, എന്നിട്ട് നിങ്ങൾ അതിനെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ ഓതിൻ എന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്. पता चल जाता है कि ये दुआ है. നമ്മൾക്ക് മനസ്സിലാവും ഇത് ഈ കാണുന്നത് ദുആ ആണെന്ന്. तो उस वक्त ज़रा ठहर के मज़े से पढ़ो. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ നിങ്ങളൊന്ന് നിർത്തി ആസ്വദിച്ച് അതിന്റെ രസം കൊണ്ട് നിങ്ങൾ ഓതിൻ. और तर्जुमा हो तो देखो कि क्या है दुआ ये. തർജുമ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി എന്താണ് ഈ ദുആയുടെ അർത്ഥം എന്ന് നിങ്ങൾ നോക്കിൻ. फिर पता चलेगा कितना बड़ा खजाना है ये. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് എത്ര വലിയ ഖജനാവാണ്, എത്ര വലിയ നിധിയാണെന്ന് മനസ്സിലാവും. हम न्यूयॉर्क में थे. നമ്മൾ ന്യൂയോർക്കിലായിരുന്നു. न्यूयॉर्क में 3 दारुल उलूम हैं. ന്യൂയോർക്കില് 3 വലിയ ദാറുൽ ഉലൂമുകളുണ്ട്. तो दारुल उलूम के हमारे मोहतमीम साहब वो हमको अपने मदरसे में ले गए. അങ്ങനത്തെ ഒരു ദാറുൽ ഉലൂമിലുള്ള മുഹ്തമിം, പ്രിൻസിപ്പാള്, പ്രധാനപ്പെട്ട അധ്യാപകൻ, അദ്ദേഹം നമ്മളെ കൂട്ടി ആ മദ്രസയിലേക്ക് കൊണ്ടുപോയി. अपना मदरसा दिखाया. നമ്മൾക്ക് മദ്രസ കാണിച്ചു തന്നു. उसमें एक हिफ्स की क्लास थी. അതിലൊരു ഹിഫ്ലിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. जब बच्चे हिफ्स कर रहे थे കുട്ടികൾ ഹിഫ്ല് പഠിക്കുന്ന ഒരു ക്ലാസ്. तो दिखाया कि ये हमारे बच्चे हैं, किसी का 10 पारा हो गया, किसी का 15 हो गया, किसी का 20 हो गया, किसी का कुरान मुकम्मल हो गया, दौड़ कर रहा है. അപ്പൊ നമുക്ക് കാണിച്ചു തന്നു, ഇതാ ഇവൻ 10 വരെ പഠിച്ചു, 10 ജുസ് പൂർത്തിയാക്കി, ഇത് 15 ജുസ് പൂർത്തിയാക്കി കുട്ടി, ഇവർ 20 ജുസ് പൂർത്തിയാക്കി കുട്ടി, ഇതാ ഈ കുട്ടി പൂർണ്ണമായി പഠിച്ചിരിക്കുകയാണ്, എന്നിട്ട് അതിന്റെ ദൗറ, അതിന്റെ റിവിഷൻ വീണ്ടും ആവർത്തിച്ച് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിച്ചു തന്നു. मुझे ऐसा लग रहा था जैसे आसमान से फरिश्ते अभी उतर के बैठे हैं. ये क्लास इंसानों की नहीं है, ये तो फरिश्ते हैं, फरिश्ते अभी उतरे हैं आसमान से और कुरान पढ़ रहे हैं. എനിക്ക് ആ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ആകാശത്ത് നിന്നും ഇപ്പം ഇറങ്ങിയ കുറച്ച് മലക്കുകളാണ്, ആകാശത്ത് നിന്നും അവർ പൊട്ടി വീണ് താഴത്ത് ഇരുന്ന് ഖുർആൻ ഓതുകയാണെന്ന് എനിക്ക് ആ കുട്ടികളെ കണ്ടപ്പോൾ തോന്നിപ്പോയി. उसमें कुछ बच्चे गोरे, कुछ बच्चे काले. കുറച്ച് കുട്ടികൾ അതിൽ നല്ല വെള്ളക്കാര്, കുറച്ച് കുട്ടികൾ അവിടുത്തെ നീഗ്രോ ആയ ആൾക്കാര്. ये अमेरिका में 2 बड़ी कौमें हैं. അമേരിക്കയിൽ ഇങ്ങനെ 2 വംശജരുണ്ട്. जो लोग यूरोप से आए वो गोरे, उनके बच्चे गोरे. യൂറോപ്പിൽ നിന്ന് വന്നവര് വെളുത്തവര്, അവരെ മക്കള് വെളുത്തവര്. और जो अफ्रो अमेरिकन हैं, जो अफ्रीका से आए,
वो काले, उनके बच्चे काले। ആഫ്രിക്കയിൽ നിന്നും വന്നവര് അവര് നിറം കുറവാണ്, അവര് കറുത്ത നിറമാണ്. तो वो काले बच्चे भी हैं, गोरे बच्चे भी हैं, വെളുത്തവരുണ്ട് കറുത്തവരുണ്ട്. और हमारे जैसे काले पीले लाल पीले നമ്മളെ പോലത്തെ ആൾക്കാരുണ്ട്, രണ്ടിന്റെ ഇടയിലുള്ള ആൾക്കാര്, वो भी हैं। നമ്മളെ പോലത്തെ ആൾക്കാരും ഉണ്ട്. तो उन्होंने मोहतमीम साहब ने मुझसे कहा जरा इन बच्चों को कोई नसीहत करो। അപ്പം ഈ പ്രധാന അധ്യാപകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടികൾക്ക് ഒരു അല്പം ഉപദേശം കൊടുക്കിൻ. मैं सोचने लगा मैं इनको क्या नसीहत करूं। ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാൻ ഇവരോട് എന്ത് ഉപദേശമാണ് പറയാ? ये तो देखने से फरिश्ते मालूम होते हैं। ഇവരെ കാണുമ്പോൾ തന്നെ മലക്കുകളെ പോലെ ഉണ്ടല്ലോ. तो एक बात मेरे दिल में आई, मैंने उन बच्चों से कहा, എനിക്കൊരു കാര്യം അപ്പം എൻ്റെ ഹൃദയത്തിൽ തോന്നി, ഞാനത് കുട്ടികളോട് പറഞ്ഞു. कि देखो बच्चों, तुम्हारे सीने में अल्लाह का कलाम है। ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളെ നെഞ്ഞില് അള്ളാഹുവിന്റെ വാക്കുകളാണുള്ളത്. ये सबसे बड़ी दौलत है जमीन पर। ഇത് ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഭൂമുഖത്തിന്റെ തൊലിപ്പുറത്ത്. उससे बड़ी कोई दौलत नहीं है। അതിനേക്കാളും വലിയൊരു സമ്പാദ്യം, വലിയൊരു സ്വത്ത് വേറെ ഇല്ല. अल्लाह का कलाम, അള്ളാഹുവിന്റെ വാക്കുകൾ, वो तुम्हारे सीनों में है। അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. कितनी बड़ी दौलत अल्लाह ने तुम्हें दी है। എത്ര വലിയ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിയത്. फिर मैंने उनसे कहा कि दुनिया के किसी मजहब के बड़े को उसके मजहब की किताब याद नहीं है। ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ലോകത്ത് ഏതെങ്കിലും മറ്റ് മതത്തിന്റെ ആൾക്കാർ, അവരുടെ മതത്തിന്റെ പുരോഹിതന്മാർക്ക് പോലും അവരുടെ പുസ്തകം പൂർണ്ണമായിട്ട് കാണാപ്പാടം അറിയൂല. कोई मजहब ले लो, उसका जो सबसे बड़ा है मजहबी पेशवा, उसे अपने मजहब की किताब याद नहीं है। ഏതൊക്കെ മതങ്ങളുണ്ടോ നിങ്ങൾ എടുത്തു നോക്കി, അതിന്റെ വലിയ പുരോഹിതൻ, ഏറ്റവും ഉയർന്ന പുരോഹിതന് പോലും അവരുടെ കിതാബ് പരിപൂർണമായി കാണാപ്പാടം അവർക്ക് അറിയുകയില്ല. പോപ്പ് दुनिया का ईसाइयों का सबसे बड़ा इमाम है। പോപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ അധ്യക്ഷൻ, സഭാധ്യക്ഷനാണ്. उसे बाइबल याद बोलो है नहीं है? അദ്ദേഹത്തിന് ബൈബിള് അറിയൂലേ? പൂർണ്ണമായിട്ട് मालूम है कुछ नहीं, മുഴുവനായിട്ട് കാണാപ്പാടം അറിയുന്നുണ്ടാവോ? याद नहीं है। തോടാ മാലൂമേ, याद नहीं है। മുഴുവനായിട്ട് അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവില്ല. मैंने उन बच्चों से कहा चैलेंज करो। വേണമെങ്കിൽ ഞാൻ പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ ചാലഞ്ച് ചെയ്തോളൂ, आओ हम अल्लाह का कलाम सुनाते हैं, तुम बाइबल सुनाओ। എന്നിട്ട് പറയും, നിങ്ങൾ പോയിട്ട് അവരോട് പറയും, ഞങ്ങൾ ഖുറാനിൽ നിന്നും എവിടെ വേണമെങ്കിലും ഓതി തരാം, നിങ്ങളെ ബൈബിളിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ഓത്. याद नहीं है, അയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. और यहाँ 15 साल के 20 साल के बच्चे को उसके सीने में पूरा कलाम है अल्लाह का। ഇവിടെ 15-20 വയസ്സുള്ള ആൾക്കാരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മുഴുവൻ ഖുർആൻ. कितनी बड़ी नेमत अल्लाह ने दी है। എത്ര വലിയ നേമത്താണ് അള്ളാഹു നമുക്ക് നൽകിയത്. और कुरान में दुआएं ഖുർആനിൽ എന്തുണ്ട്? ദുആ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ. ये दुआएं अल्लाह ने अपने नेक महबूब बंदों को सिखाई। ഇത് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഏറ്റവും പരിശുദ്ധരായ നല്ലവരായ അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആ. उन्होंने अल्लाह से मांगी, അവർ അള്ളാഹുവിനോട് ആ ദുആ ഏറ്റു പറഞ്ഞു. उन्होंने उसको अल्लाह ने कुरान में नाजिल करके क़यामत तक के लिए हमको दे दिया। അവര് ചോദിച്ച അവരെരുന്ന ദുആകൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടി ഖുർആനിലാക്കി നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. वो दिया किसने सिखाई? ഈ ദുആ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? जो कुरान में दुआएं हैं नबियों की, वो किसने सिखाई उनको? ഈ നബിമാര് ചെയ്ത ദുആ നബിമാർക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? अल्लाह ने सिखाई। അള്ളാഹു തന്നെയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. कुरान करीम में है, ഖുർആനിൽ ഉണ്ടത്. वइज़ यतलक़्क़ा आदम मिन रब्बिही बिकलिमातिन फताब अलैहि। वइज़ यतलक़्क़ा आदम मिन रब्बिही बिकलिमातिन फताब अलैहि। आदम अलैहिस्सलाम जब आसमान से जन्नत से जमीन पर उतारे गए, वो रोए शर्मिंदगी से रोए कि मेरे रब का मुझसे कसूर हुआ, और इतना रोए कि हदीस में आता है कि क़यामत तक के इंसान जो रोएंगे तो आदम अलैहिस्सलाम का रोना उससे बढ़ जाएगा।
നമുക്ക് കാണാം ഖുറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു പിഴവ് വന്നപ്പോൾ, ഈ ദുനിയാവിലേക്ക് അയക്കപ്പെട്ടപ്പോൾ എത്രമാത്രം ദുഃഖിതനായി, എത്രമാത്രം കരഞ്ഞു. ഈ ദുനിയാവിൽ ആരും ഒരുമിച്ച് കൂടി കരഞ്ഞാൽ പോലും അദ്ദേഹം കരഞ്ഞത്രയും കരഞ്ഞിട്ടുണ്ടാവില്ല. तो अल्लाह को उन पर रहम आया, അള്ളാഹുവിന് വലിയ കരുണ തോന്നി. मेरा बंदा बहुत रो रहा है. എൻ്റെ അടിമ ഒരുപാട് കരഞ്ഞിരിക്കുകയാണ്. बंदे की ये कैफियत, इस पर अल्लाह को प्यार आता है, प्यार. അടിമയുടെ ഈ അവസ്ഥ, അടിമകളുടെ അവസ്ഥ കാണുമ്പോൾ അള്ളാഹുവിന് ആ അടിമയോട് സ്നേഹം, പ്രത്യേകമായ സ്നേഹം ഉണ്ടായിത്തീരുന്നു. जब बंदा अल्लाह की तरफ रुख करता है, ഒരു അടിമ അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ या अल्लाह या अल्लाह, അള്ളാഹ് അള്ളാഹ് എന്ന് വിളിച്ചു, तो ये डायरेक्ट आसमान तक अल्लाह के पास जाता है. ഇത് നേരിട്ട് അള്ളാഹുവിലേക്കുള്ള വിളിയാണ്, അള്ളാഹുവിലെത്തുന്ന വിളിയാണ്. तो अल्लाह को प्यार आया आदम अलैहिस्सलाम पर. അള്ളാഹുവിന് ആദം നബി അലൈഹി ഇസ്ലാമിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. तो अल्लाह ने आदम अलैहिस्सलाम को दुआ सिखाई, ये कुरान में है. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഇത് ഖുർആനിലുണ്ട്. वइज़ यतलक़्क़ा आदम मिन रब्बिही बिकलिमातिन फताब अलैहि. और जब वो दुआ उन्होंने मांगी तो अल्लाह फरमाते हैं हमने ही सिखाई, हमने उनको दुआ के वो कलमात सिखाए, और जब उन कलमात से उन्होंने दुआ मांगी हमने उनके क़सूर माफ़ कर दिए. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത വാക്കുകളെ കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഞാൻ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു, മാപ്പാക്കി കൊടുത്തു. हमारे एक बुजुर्ग है, वो यो कहते हैं, उसकी मिसाल समझने के लिए मिसाल. ഞാനത് മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങൾക്കൊരു ഉദാഹരണം, ഒരു മഹാൻ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞുതരാം. हमारा कोई काम किसी ऑफिसर से अटक गया है. നമ്മളുടെ ഏതെങ്കിലും ഒരു ജോലി ഏതെങ്കിലും ഒരു ഓഫീസറിന്റെ കയ്യിൽ ഫയലെത്തി അവിടെ കുടുങ്ങി കിടക്കുകയാണ്. बड़ा काम है, വലിയൊരു പണിയാണ്. वो फाइल क्लियर नहीं करता है, ആ ആള് ഫയല് കയ്യിൽ വെച്ചിട്ട് അത് എഴുതി അങ്ങ് തരുന്നില്ല. दबा के बैठ गया है. അയാൾ അത് അവിടെ വെച്ചിരിക്കുകയാണ്, വിടുന്നില്ല. तो किसी पहचान वाले को लेके उसके पास जाते हैं. അപ്പൊ നമ്മൾ അദ്ദേഹത്തുമായി ബന്ധമുള്ള ഒരാളെയും കൂട്ടിയിട്ട് അയാളെടുക്കലൊന്ന് പോവും, ശുപാർശ. वो कहता है सर ये बहुत अच्छा आदमी है, इसका काम जरा कर दो. അപ്പൊ അയാള് നമ്മളെ കാണിച്ചിട്ട് പറയും, ഇയാൾ നല്ലൊരാളാണ്, ഇയാളുടെ പണി, ആ ഫയലൊന്നും നിങ്ങൾ ഒന്ന് വിട്ടുകൊടുക്കിൻ, പൂർത്തിയാക്കിൻ. तो उसके दिल में आ जाता है काम करना है, അപ്പൊ അയാളുടെ മനസ്സിൽ തോന്നും, ആ വിട്ടുകൊടുത്തേക്കാം. क्योंकि ये जो गया है ना अहम आदमी है. ഈ കൂടെ ഇയാളെ കൂട്ടിക്കൊണ്ടുവന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അടുപ്പുള്ള ആളാണ്. तो वो कहता है अच्छा ठीक है, तुम एक एप्लीकेशन लिख के लाओ. അപ്പൊ അദ്ദേഹം പറയും, നീ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊണ്ടുവാ. उसका मजमून बताता है, എന്നിട്ട് പറഞ്ഞു കൊടുക്കും, നീ ഇങ്ങനെ ആപ്ലിക്കേഷൻ എഴുത്. 2-4 जुमले बोलता है. എന്നിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു കത്ത് ചെയ്ത്, നീ ഇതാ ഞാനിപ്പോ പറഞ്ഞുതരാം, അതുപോലെ ഒരു കത്ത് ചെയ്ത്. तो वो मजमून किसको लाके देना? ആ കത്ത് ഇയാൾ ആർക്കാ കൊടുക്കേണ്ടത്? എഴുതി കഴിഞ്ഞിട്ട് ആർക്കാ കൊടുക്കേണ്ടത്? किसे देना बोलो भाई. ആർക്കാ കൊടുക്കേണ്ടത്? ഈ കത്ത് എഴുതിയിട്ട് ആർക്കാ കൊടുക്കേണ്ടത്? वो जो सिखा रहा है उसी को देना है. ഈ അപേക്ഷ പഠിപ്പിച്ചു കൊടുത്ത ഈ ഓഫീസർ ഉണ്ടല്ലോ, ആ ഓഫീസറിന് തന്നെയാണ് ആ കത്ത് തയ്യാറാക്കി തരേണ്ടത്. कितनी तसल्ली हो जाती है, मेरा काम हो गया. അയാൾക്ക് എത്ര വലിയ സന്തോഷം ഉണ്ടാവും, എന്റെ പണി കഴിഞ്ഞല്ലോ, പണി ചെയ്ത് കിട്ടിയല്ലോ. उसने खुद मुझे बताया है ये मजमून लिख के लाओ. അപ്പം നമ്മൾ പറയും, അയാൾ സ്വയം തന്നെ എന്നെ പഠിപ്പിച്ചു തന്നതാണ്, മോനെ ഇങ്ങനെ വെക്ക്. ശരി. അപ്പം ഇയാള് സ്വയം തന്നെ എനിക്ക് എന്താണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം എഴുതി തന്ന് എന്റെ ആവശ്യം പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. നമുക്ക് എത്ര സന്തോഷം തോന്നും. कि उसने खुद बताया ऐसा लिख के लाओ. മതി മോനെ, വിട്ട റെഡി ഡൺ. ഇയാള് തന്നെ എനിക്ക് സ്വയം പഠിപ്പിച്ചു തന്ന് എഴുതി തന്ന് എന്നിട്ട് എന്ത് ചെയ്ത് എന്റെ കാര്യം പൂർത്തിയാക്കി തന്ന്. बाकी काम मैं देख लूंगा, ബാക്കി പണി ഞാൻ ചെയ്തോളും. तुम इतना मजमून लेके लिख के ले आओ, बाकी काम मैं देख लूंगा. ആ ഓഫീസർ പറയും, നീ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് ഇങ്ങ് എഴുതി തന്നാ മതി, ബാക്കി ഞാൻ ഫയൽ ശരിയാക്കി തരാം. तो कितनी तसल्ली हो जाती है कि काम हो गया मेरा. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എത്ര വലിയ ആശ്വാസം, ഓ എന്റെ പണി പൂർത്തിയായി. तो भाइयों ये दुआएं अल्लाह सिखा रहा है. ഈ ദുആ
ഇത് അള്ളാഹു നമ്മൾ അള്ളാഹുവിനോട് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. कि मेरे पास आओ तो ये मांगो. അള്ളാഹു പറയാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, എന്നിട്ട് ഈ ദുആ നിങ്ങൾ ചെയ്യിൻ എന്നോട്. मेरे नबियों ने ये दुआएं मांगी, मैंने उनके काम कर दिए. എൻ്റെ നബിമാർ ഈ ദുആ ചെയ്തിട്ടുണ്ട്, ഞാൻ അവരുടെ പണി അവർക്കുള്ള ആവശ്യം പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. इसलिए मैं कहता हूँ कुरान में जब दुआएं आए अंदाज हो जाता है कि ये दुआ आ रही है, तो जरा ठहरो, पढ़ो, तर्जुमा हो तो देखो कि क्या मांग रहे हैं, नबियों ने क्या मांगा. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തിൻ, ഒന്ന് പതുക്കെ വായിക്കിൻ, ആസ്വദിക്കിൻ, തർജ്ജമ ഉണ്ടെങ്കിൽ നോക്കിൻ, എന്താണ് നബിമാര് ചോദിച്ചത്, എന്താണ് അവർക്ക് കിട്ടിയത്, എന്താണ് ആ ദുആ എന്ന് നമ്മൾ പഠിക്കിൻ. तो मैं कह रहा था कि अय्यूब अलैहिस्सलाम की जब बीमारी बढ़ गई तो उन्होंने अल्लाह से सब्र अय्यूबी प्याला छिलक गया, उन्होंने अल्लाह से दुआ मांगी, रब्बी अन्नी मस्सनी ज़ुर्रु व अंत अरहमुर राहिमीन. कितनी छोटी सी दुआ है. हे अल्लाह, इस बीमारी में मुझे बहुत तकलीफ हो रही है और तू सब रहम करने वालों से बड़ा रहम करने वाला है. സബ്ര അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ക്ഷമ ഒരു സന്ദർഭത്തിൽ ഒന്ന് തുളുമ്പി, ആ പാത്രം ഒന്ന് കവിഞ്ഞൊഴുകി. അപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ട ദുആ, പടച്ചവനെ, എൻ്റെ രോഗം മൂർച്ഛിച്ച് ഞാൻ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്, നീയാണെങ്കിലോ ഏറ്റവും കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. എത്ര എളുപ്പമുള്ള ദുആ നമുക്ക് പഠിക്കാൻ പറ്റിയ. हुक्म आया, इधर से दुआ चली, उधर से हुक्म आया. ഇവിടുന്ന് ദുആ മേലോട്ട് പോയി, ആകാശത്തു നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന താഴോട്ട് വന്നു. वो सामने के पहाड़ में जाकर उसमें एक लात मारो. जब जाके उन्होंने उस पहाड़ में पाँव मारा तो उसमें से अल्लाह ने उनके लिए एक चश्मा निकाला. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള കൽപ്പന ഉണ്ടായി, നീ ആ അടുത്തുള്ള ചെറിയ ഒരു പാറപ്പുറത്ത് പോയി, ഒരു കുന്നുംപുറത്ത് പോയി, അവിടെ ഒരു ചവിട്ട്, കാലുകൊണ്ടൊന്ന് ചവിട്ടൻ. അങ്ങനെ അദ്ദേഹം ചവിട്ടിയപ്പം അതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഉറവ പുറപ്പെടുവിച്ചു. जैसे इस्माइल अलैहिस्सलाम के पैरों की रगड़ से जमजम निकला. ഏതുപോലെ ഇസ്ലാം നബി അലൈഹി ഇസ്ലാം അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത്, ശിശുവായിരുന്ന സമയത്ത് കാലുകൾ ഒരുതിയ മണ്ണിൽ നിന്നും വെള്ളം അള്ളാഹു പുറപ്പെടുവിച്ചതുപോലെ तो इन्होंने पहाड़ पे लात मारी, അദ്ദേഹം കാലുകൊണ്ട് ആ പാറപ്പുറത്ത് ചവിട്ടി, उसमें से चश्मा निकला. അതിൽ നിന്നും നീരുറവ പുറപ്പെട്ടു. तो हुक्म आया, इसमें नहाओ. അള്ളാഹുവിന്റെ ഭാഗത്ത് കൽപ്പന ഉണ്ടായി, ഈ വെള്ളത്തിൽ നീ കുളിക്കിൻ. उन्होंने उसमें नहाया, അദ്ദേഹം ആ വെള്ളത്തിൽ കുളിച്ചു. सारी बीमारियां खत्म हो गई. അദ്ദേഹത്തിന്റെ മുഴുവൻ അസുഖം മാറി, ഭേദമായി. वो चश्मा आज तक बाकी है. ആ നീരുറവ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. तुर्की में है, അത് തുർക്കിയിലാണ്. वहाँ एक शहर है उर्फा, അവിടെ ഒരു പട്ടണമുണ്ട് ഉർഫ. उसमें ये पहाड़ और चश्मा है. അതില് ആ ചെറിയ കുന്നും അതിനോട് ചേർന്നുള്ള ഉറവയും ഇപ്പോഴുമുണ്ട്. हमारी जमात वहाँ काम कर रही थी. നമ്മുടെ ജമാഅത്ത് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. लोग जाते हैं जियारत के लिए वो चश्मे की. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അവിടെ പോയിട്ട് ഒന്ന് അത് കാണാൻ വേണ്ടി സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. हम भी गए, हमने भी देखा. നമ്മളും പോയി, നമ്മളും കണ്ടു. वो गार देखा जिसमें उनके बीमारी के दिन गुजरे. ആ അദ്ദേഹം രോഗാവസ്ഥയിലായി താമസിച്ചിരുന്ന ഗുഹ അതിപ്പോഴും അവിടെ ഉണ്ട്, അത് ഞങ്ങൾ കണ്ടു. फिर वो चश्मा जिसका पानी नहाया था उन्होंने, तो लोग आज भी क्यानों में पानी भर भर के ले आते हैं, बीमारों को नहलाते हैं कि अल्लाह इसकी बरकत से इनकी बीमारी दूर करेगा. ആ ഉറവ അതിപ്പോഴും അവിടെ ഉണ്ട്. ആൾക്കാർ വന്ന് അവിടുന്ന് വെള്ളം ക്യാനുകളിലാക്കി സംഭരിച്ചുകൊണ്ട് പോവും. അവരുടെ രോഗികളെ കുളിപ്പിക്കുകയും ചെയ്തിട്ട് അതിന്റെ ബർക്കത്തിന്റെ പേരിലെങ്കിലും മാറട്ടെ എന്ന് കരുതിക്കൊണ്ട്. तो लोग पीते हैं पानी, हमने भी पिया. ആൾക്കാർ അവിടെ പോയി ആ വെള്ളം നീരുറവ കുടിക്കാറുണ്ട്, ഞങ്ങളും കുടിച്ചു. ऐसा ठंडा मीठा पानी कि तुम्हारा बिस्लरी झक मारता है. എത്ര തണുത്ത ശുദ്ധമായ നല്ല വെള്ളം, നിങ്ങളുടെ ബിസ്ലരി തോറ്റുപോകും അതിന്റെ മുമ്പില്. तो ये नबियों की दुआएं हैं. ഇത് നബിമാരുടെ ദുആ ആണ് സഹോദരന്മാരെ, നബിമാരുടെ ദുആ. तो मेरे भाइयों, अल्लाह इम्तिहान सबका लेता है. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരെയും പരീക്ഷിക്കും. हालात सब पर लाता है. അവസ്ഥകൾ എല്ലാവരുടെ മേലും വരും.
एक साहब आके मुझे बोले, फारूक भाई എത്ര നല്ല ആള്, 4 महीने जमात में गए, पैदल जमात में गए, मुल्कों में गए, मुझे आके बोल रहे हैं हमारे गांव का आदमी, मुल्कों में गए, हाँ इतने नल्ला आड़े, 3 दिन जाते थे महीने में, गश्त करते थे, उनको कोरोना हो गया, उनको कोरोना हो गया. ഒരാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ്, എത്ര നല്ല ആള്, ഇദ്ദേഹം 4 മാസം പോയിട്ടുണ്ട്, 40 ദിവസം പോവാറുണ്ട്, എല്ലാ മാസം 3 ദിവസം പോവാറുണ്ട്, വിദേശങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, നല്ല പരിശ്രമം ചെയ്യുന്ന ആള്, അങ്ങനത്തെ എത്ര നല്ല ആള്, അയാൾക്ക് കൊറോണ വന്നു എന്ന് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. तो भाई कोरोना तो दीनदार को भी आएगा, गुनाहगार को भी आएगा. ഈ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനുള്ളവർക്കും വരും, പാപികളായ ആൾക്കാർക്കും വരും. क्योंकि ये तो दुनिया इम्तिहान की जगह है. കാരണം ഈ ദുനിയാവ് അത് പരീക്ഷയുടെ വേദിയാണ്, പരീക്ഷണത്തിന്റെ സ്ഥലമാണ്. यहाँ तो हर एक को इम्तिहान से गुजरना है. ഇവിടെ എല്ലാവരും ഈ പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. हाँ, लेकिन एक फर्क है. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. फर्क ये है कि गुनाहगार के ऊपर जो मुसीबत आती है वो उसकी पकड़ के लिए है, और दीनदार पर जो मुसीबत आती है वो उसके गुनाहों की माफी, दर्जों के बुलंदी के लिए है. സഹോദരന്മാരെ, ഒരു വ്യത്യാസമുണ്ട്. പാപികളുടെ മേൽ വരുന്ന ഈ പ്രയാസങ്ങള് അവരുടെ മേലുള്ള പിടുത്തമാണ്, അവരെ ബുദ്ധിമുട്ടാണ്, അവരുടെ മേലുള്ള ഒരു ശിക്ഷയാണെങ്കിൽ, നല്ല ആൾക്കാർക്ക് വരുന്ന ഈ പരീക്ഷണം അത് അവർക്കുള്ള രക്ഷയ്ക്കുള്ള മാർഗമാണ്, അവർക്കുള്ള ഒരു പ്രതിഫലമാണ്. लोगों को परिंदे पालने का शौक होता है, कबूतर, तोता, मैना, उसके लिए भी वो पिंजरा खरीद के लाते हैं. ജനങ്ങൾക്ക് ചിലപ്പോൾ പക്ഷി വളർത്തുന്ന താല്പര്യം ഉണ്ടാവാറുണ്ട്. പ്രാവ്, മൈന, തത്ത, ഇതിനു വേണ്ടി കൂട് കെട്ടി അടിച്ച് കൂടുണ്ടാക്കാറുണ്ട്. और एक पिंजरा लाते हैं चूहे के लिए भी. ഇതുപോലെ കൂട് ചിലപ്പം വേറൊരു തരം കൂടുണ്ട്. എന്തിനു വേണ്ടി? എലിക്ക് വേണ്ടിയിട്ടൊരു കൂട്, എലിയെ കൊടുക്കാൻ വേണ്ടിയുള്ള കൂട്. तो परिंदे के पिंजरे में और चूहे के पिंजरे में कोई फर्क नहीं है. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ പ്രാവിനടിക്കുന്ന കൂടും അതേപോലെ എലിക്ക് വെക്കുന്ന കൂടും ഇത് തമ്മിൽ വ്യത്യാസമില്ലേ? नहीं, फर्क नहीं है. അതിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. परिंदे का पिंजरा उसकी हिफाजत के लिए है. പ്രാവിന് വേണ്ടി അടിക്കുന്ന കൂട് അത് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. कि कहीं बिल्ली हाथ ना डाल दे. ഏതെങ്കിലും ഒരു പൂച്ച കേറി പിടിക്കാതിരിക്കാൻ വേണ്ടി. तोते का गला ना पकड़ ले. ഏതെങ്കിലും പൂച്ച വന്ന് തത്തയുടെ കഴുത്തിന് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, उसकी हिफाजत के लिए, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി. और चूहे का पिंजरा, എലിയുടെ കെണി എന്തിനു വേണ്ടിയിട്ടാണ്? കൂട് എന്തിനു വേണ്ടിയിട്ടാണ്? वो भी हिफाजत के लिए है. അത് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ? उसकी हिलाकत के लिए. അതിനെ കൊടുക്കാൻ വേണ്ടി, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് दोनों को खिलाते हैं. രണ്ടിനും തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കും. उसे भी खिलाते हैं, इसे भी खिलाते हैं. ഇവിടെയും കൊടുക്കും, ഇവിടെയും തിന്നാനിടും. परिंदे को खिलाते हैं प्यार से. നമ്മൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്നേഹത്തോടുകൂടി, അതിനോടുള്ള മമതയോടുകൂടി. चूहे को भी प्यार से खिलाते हैं. എലിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന വലിയ സ്നേഹത്തോട് കൂടിയിട്ടല്ലേ? ആണോ? हमारे यहाँ एक खोपरा होता है ना, उसको रोस्ट करके वो उसमें लगाते हैं पिंजरे में. നമ്മളെ നാട്ടിൽ കൊപ്പര ഒന്ന് വാട്ടിയിട്ട് ഒന്ന് ചൂടാക്കി എന്നിട്ട് എന്ത് ചെയ്യും? അതാണ് കൂട്ടില് എലിക്ക് വെച്ചു കൊടുക്കുന്നത്. खोपरा रोस्ट करो तो बहुत खुशबू अच्छी आती है. കൊപ്പര ഒന്ന് ചൂടാക്കി ഒന്ന് വാട്ടി കഴിഞ്ഞാൽ അതിൽ നല്ല ഒരു പ്രത്യേകമായ സുഗന്ധം വരും. तो बच्चा आके कहता है अम्मा को, अम्मा मजे दे. അപ്പൊ കുട്ടികൾ എന്നിട്ട് പറയും, ഉമ്മ അത് നല്ല മണം ഉണ്ടല്ലോ, എനിക്കൊരു കഷ്ണം തരി. बोले नहीं जा रहे चूहे के लिए. പറയേ പോ അവിടുന്ന്, ഇത് ഞാൻ എലിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. तेरे लिए नहीं है, चूहे के लिए. നിനക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. तो क्या चूहे से इतनी मोहब्बत है? അപ്പൊ കുട്ടി ഇങ്ങനെ ചോദിക്കും, ഈ എലിനോട് എന്നെക്കാളും കൂടുതൽ സ്നേഹോ? क्या बच्चे से ज्यादा चूहे से मोहब्बत है? നമ്മളെ കുട്ടികൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഉമ്മാക്ക് എലിനോടാണോ സ്നേഹം? नहीं, मोहब्बत नहीं, ये पकड़ने के लिए है. ഇത് സ്നേഹമല്ല, ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. और जब वो कब्जे में आ जाता है तो मारती है, याद दिला के. കിട്ടിയാൽ പിടുത്തം കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ നമ്മൾ അടിച്ച് ചപ്പാത്തിയാക്കി കളയും. बच्चे के
यूनिफॉर्म कतरिया मार दे। അപ്പൊ കുട്ടികൾ വന്നിട്ട് പറയാം എന്റെ യൂണിഫോം കടിച്ചവനെ എന്ന് പറഞ്ഞ ഒരൊറ്റ കുത്താണ് അതിന്. किताबें कतरिया എന്റെ പുസ്തകം കടിച്ചില്ലേ എന്ന് പറഞ്ഞ് കുത്തും. तो एक हिलाकत के लिए एक हिफाजत के लिए, ഒന്ന് സംരക്ഷണത്തിന് വേണ്ടി ഒന്ന് അതിനെ കൊല്ലാൻ വേണ്ടി നശിപ്പിക്കാൻ दोनों വേണ്ടി. पिंजरे हैं, രണ്ടും കൂട് തന്നെയാണ്. दोनों को खिलाते हैं, एक को प्यार से एक को नफरत से। രണ്ടിനെയും ഭക്ഷിപ്പിക്കും, ഒന്ന് സ്നേഹത്തോടു കൂടി ഒന്ന് വെറുപ്പോടു കൂടി. नेक लोगों की इब्तिदा मुश्किलों से है, നല്ല ആൾക്കാർക്കുള്ള തുടക്കം അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. हक हक जो हक होता है, हक उसकी इब्तिदा मुश्किलों से है, സത്യത്തിന്റെ തുടക്കം എപ്പോഴും ഒരു ചെറിയ പ്രയാസത്തോടു കൂടിയിട്ടായിരിക്കും. उसकी इंतहा कामयाबी है, അതിന്റെ അവസാനം വിജയമാണ്. बातिल की इब्तिदा ऐश इशरत से है, उसकी इंतहा नाकामी है। ബാത്തിലിന്റെ തുടക്കം അത് വലിയ സുഖത്തിലും എളുപ്പത്തിലുമായിരിക്കും, പക്ഷെ അതിന്റെ ഒടുക്കം അത് വലിയ പരാജയത്തിലായിരിക്കും. अल्लाह ताला ने यूसुफ अलैहिस्सलाम को भी मिस्र के तख्त पे बिठाया, അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മിസ്റിന്റെ സിംഹാസനത്തിൽ കയറ്റിയിരുത്തി. फिरौन को भी मिस्र के तख्त पे बिठाया, ഫിർഔനെയും മിസ്റിന്റെ സിംഹാസനത്തിൽ കയറ്റിയിരുത്തി. दोनों मिस्र के तख्त पे बैठे, രണ്ടാളും ഈജിപ്തിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നവരാണ്. दोनों बराबर हैं। രണ്ടാളും ഒരുപോലെയാണോ? बोलो भाई, പറയും സഹോദരന്മാരെ. एक का अंजाम कामयाबी, दूसरे का अंजाम नाकामी। ഒരാൾ അവസാനിച്ചത് വിജയത്തിലായിക്കൊണ്ടാണ്, ഒരാൾ അവസാനിച്ചത് പരാജയത്തിലും കെടുതിയിലുമായിട്ടാണ്. फिरौन की जिंदगी ऐशो इशरत में गुजरी, ഫിറഔനിന്റെ ജീവിതം ആഡംബരത്തിലും സുഖത്തിലുമായി കഴിഞ്ഞു. मिस्र के तख्त पे बैठा। മിസ്റിന്റെ സിംഹാസനത്തിൽ ഇരുന്നു. यूसुफ अलैहिस्सलाम की जिंदगी जेल में गुजरी, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതമാണെങ്കിലോ ജയിലിലാണ് അത് കഴിഞ്ഞുകൂടിയത്. 10 साल जेल में रहे, 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. फिर वो भी आके तख्त पे बैठे मिस्र के। അതിനുശേഷമാണ് വന്ന് ഈ സിംഹാസനത്തിൽ വന്നിരുന്നത്. फिरौन की इब्तिदा ऐश इशरत से है, ഫിറഔനാണെങ്കിലോ കഴിഞ്ഞുകൂടിയത് ആഡംബരത്തിലും അലങ്കാരത്തിലുമായിരുന്നു. इंतहा नाकामी, പക്ഷേ ഒടുക്കം എന്തായി? വലിയ പരാജയമായി. फौजों हथियारों के साथ डूबा। മുഴുവൻ സൈന്യത്തിന്റെയും കൂടെ മുങ്ങി നശിപ്പിക്കപ്പെട്ടു. कुरान में है, जब डूबने लगा तो कहता है अब ईमान लाता हूं मैं। മുങ്ങുന്ന സമയത്ത് ഫിറഔന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നു. तो अल्लाह जवाब देते हैं, ये है वक्त ईमान लाने का। ഇതാണോ നീ ഈമാൻ കൊള്ളേണ്ട സമയം? ഇപ്പോഴാണോ എന്നെ വിശ്വസിക്കേണ്ട സമയം? तो इब्तिदा ऐश मजे और इंतहा नाकामी है। തുടക്കം എങ്ങനെയായിരുന്നു? വലിയ അടിച്ചുപൊളി, പക്ഷെ അവസാനം ബുദ്ധിമുട്ടിലായിക്കൊണ്ട് പ്രയാസത്തിലായിക്കൊണ്ട്. और हक की इब्तिदा ഹക്കിന്റെ തുടക്കം मुश्किलों से പ്രയാസം കൊണ്ട്, और इंतहा ഹക്ക് അവസാനിക്കുന്നത് എങ്ങനെയാണ്? कामयाबी है। വിജയം കൊണ്ടാണ് അവസാനിക്കുന്നത്. ये कौमों की तारीख कुरान ने बयान की है। ഈ ഓരോ സമൂഹത്തിന്റെയും ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. कि मुश्किलों से मत घबराओ, പ്രയാസങ്ങൾ വന്നാൽ നിങ്ങൾ പേടിക്കല്ലേ, പരിഭ്രമിക്കല്ലേ, हक पर रहो, നിങ്ങൾ ഹക്കിൽ ഉറച്ചു നിൽക്കിൻ. अंजाम कामयाबी है। നിങ്ങളുടെ അവസാനം നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. कौमों के किस्से सुनाए कुरान ने, എത്ര സമൂഹങ്ങളുടെ കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. फिरौन, हामान, नमरूद, शद्दाद, सब ऐश इशरत में मजे में, और सब नाकाम। ഫിറഔൻ, ഹാമാൻ, ഷദ്ദാദ്, എത്ര പേര് അവര് ആഡംബരത്തിലും അലങ്കാരത്തിലുമായി കഴിഞ്ഞു, പക്ഷെ അവരെല്ലാവരും ഒടുങ്ങിയത്, അവസാനിച്ചത് വലിയ പരാജയത്തിലായിരുന്നു. और अंबिया के कौमों के किस्से कि वो सब कामयाब, അമ്പിയാക്കളുടെ ചരിത്രം പഠിപ്പിച്ചു തന്നു, അവരെല്ലാവരും ഒടുക്കത്തിൽ വിജയിച്ചവരായി മാറി. रिजल्ट कामयाब। റിസൾട്ട് വന്നു, അവർ വിജയിച്ചവരായിട്ട് മാറി. यूसुफ अलैहिस्सलाम 10 साल जेल में रहे, യൂസുഫ് നബി അലൈഹി ഇസ്ലാം 10 വർഷം ജയിലിൽ കഴിയേണ്ടി വന്നു. लेकिन अपना काम करते रहे। പക്ഷെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. जेल में भी अपना काम करते रहे। ജയിലിൽ പോലും അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പൂർത്തിയാക്കി. क्या काम नबी का? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി? नबी का काम क्या? നബിമാരുടെ ജോലി എന്താണ് സഹോദരന്മാരെ? ദാവത്ത്. दावत, अल्लाह के बंदों को बताना कि अल्लाह कौन है। ദാവത്ത്, അള്ളാഹുവിനെ കുറിച്ച് അടിമകൾക്ക് പറഞ്ഞു കൊടുക്കൽ, അള്ളാഹു ആരാണെന്ന്. वो लोग जो समझाते थे कैदियों को, कुरान में है।
അദ്ദേഹം തന്റെ സഹതടവുകാർക്ക് അള്ളാഹുവിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തത് ഖുർആനിലുണ്ട്. वो कहते थे कैदियों को तुम ही बताओ सैकड़ों खुदाओं को पूजना बेहतर है या एक अल्लाह को जो जमीनों आसमानों का बनाने वाला है उसकी इबादत बेहतर है, तुम ही बताओ. അദ്ദേഹം പറഞ്ഞു ഖുർആനിലുണ്ട്, നിങ്ങൾ തന്നെ പറയിൻ, നൂറുകണക്കിന് ദൈവങ്ങളെ ആരാധിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതാണോ നല്ലത്? और देखो भाई जो तुमको दीन बता रहा हूँ यही हमारे बड़ों का दीन था. हजरत इब्राहिम, हजरत इसहाक, उनका दीन यही दीन था. ഞാൻ ഈ പറയുന്ന ദീന് ഇത് നമ്മുടെ മുൻഗാമികളായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. तो ये दावत दे रहे हैं. ഇങ്ങനെയാണ് അദ്ദേഹം ദാവത്ത് കൊടുത്തിരുന്നത്. अच्छा कैसे दावत देंगे? എങ്ങനെയാണ് ദാവത്ത് കൊടുക്കേണ്ടത്? जेल में माइक रख के बयान करेंगे. ജയിലിലാണ് മൈക്കുമായി ഇരുന്ന് പ്രസംഗിക്കലാണോ? अरे क्या भाई ऐसा गश्त करके जोड़ के माइक में बयान करेंगे? ഗസ്റ്റൊക്കെ ചെയ്ത് ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് മൈക്ക് എടുത്തിട്ടാണോ ജയിലിൽ ബയാൻ ചെയ്യല്, ദാവത്ത് ചെയ്യല്? तो कैसे दावत दी? എങ്ങനെയാണ് ദാവത്ത് ചെയ്തത്? जेल में तो जमा कर ही नहीं सकते ജയിലിൽ എല്ലാരും ഒരുമിച്ച് കൂട്ടാൻ തന്നെ സാധിക്കുകയില്ല. और बयान भी नहीं कर सकते. ബയാനും ചെയ്യാൻ സാധിക്കൂല. तो क्या तुमको माइक ला के देगा जेलर? അവിടെ നിങ്ങൾക്ക് മൈക്ക് കൊണ്ട് തരുമോ ജയിലർ? ഇതാ ബയാൻ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട്. तो फिर कैसे दावत देते थे? എങ്ങനെയായിരുന്നു അദ്ദേഹം ദാവത്ത് ചെയ്തിരുന്നത്? बोलो ना भाई. പറയും സഹോദരന്മാരെ. एक एक आदमी को जाके समझाते थे. ഓരോരുത്തരെ പോയി അദ്ദേഹം ദാവത്ത് ചെയ്യുമായിരുന്നു. ഓരോരുത്തരോടും ദാവത്ത് ചെയ്യുമായിരുന്നു. एक एक को समझाते थे अल्लाह कौन है. ഓരോരുത്തർക്കും പോയി മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു അള്ളാഹു ആരാണെന്ന്, उसकी कुदरत क्या है. അവന്റെ കുദറത്ത് എന്താണ്. और देखो हालात आए हैं उसी की तरफ से आए हैं. ഇപ്പൊ നമ്മുടെ മേലുള്ള അവസ്ഥ അതും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. और दूर कौन करेगा? ഇത് മാറ്റി തരേണ്ടവൻ ആരാണ്? हालात किसकी तरफ से आए हैं? ഈ അവസ്ഥ ആരിൽ നിന്നാണ് വന്നത്? बोलो भाई. പറയും സഹോദരന്മാരെ. कौन दूर करेगा? അത് മാറ്റുന്നവൻ ആരാണ്? तो एक एक को समझाते हैं. ഓരോരുത്തരെ പോയി അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. सारे जेल वाले इनको पहचान गए എല്ലാ ജയിലിലുള്ള ആൾക്കാരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി. कि ये बेकसूर है, അവർക്കെല്ലാം മനസ്സിലായി ഇയാള് നിരപരാധിയാണെന്ന്. बहुत शरीफ आदमी है, വളരെ നല്ല ഒരു കുലീനനായ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി. शरीफ खानदान का है. അദ്ദേഹം ഷെരീഫായ ഡീസന്റ് ആയ ഒരാളാണ്, നല്ലൊരു കുടുംബത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. इसका चेहरा देखो, इसकी आंखें देखो. ഇയാൾ മാന്യനാണ്, ഇയാളുടെ ജീവിതം നോക്കി. पूरा जेल पहचान था मिस्र का कि यूसुफ अलैहिस्सलाम कौन है. ഈ ജയിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം യൂസുഫ് നബി അലൈഹി സ്വലാം ആരാണെന്ന്. जभी तो एक ख्वाब देखने वाले ने आके इनसे ताबीर पूछी, वरना जेल में कोई और नहीं मिला ताबीर पूछने. അതുകൊണ്ടാണ് ജയിലിലുള്ള ഒരാള് ഒരു സ്വപ്നം കണ്ടപ്പോൾ ഇത് മനസ്സിലാക്കി തരാൻ പറ്റിയ ആളാരാണെന്ന് മനസ്സിലാക്കി ചോദിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചത്. വേറെ ആളെ കിട്ടാഞ്ഞിട്ടാണോ? कोई जानते थे सब ये शरीफ आदमी है. കാരണം എല്ലാവർക്കും അറിയായിരുന്നു ഇദ്ദേഹം ഒരു നല്ല മാന്യനായ ഒരാളാണ്. तो 10 साल यूं गुजारे हैं. 10 വർഷം ആ ജയിലിലായിക്കൊണ്ട് അദ്ദേഹം കഴിഞ്ഞുകൂടി. तो हक की इब्तिदा मुश्किलों से, ഹക്കിന്റെ തുടക്കം പ്രയാസത്തിലൂടെയാണ്, और इंतहा അതിന്റെ അവസാനം कामयाबी है. അത് വിജയത്തിലാണ്. और बातिल की इब्तिदा जी चाही नफ्स और इंतहा नाकामी. ബാത്തിലിന്റെ തുടക്കം അത് തന്റെ ഇച്ഛകൾക്കനുസരിച്ചുള്ള ജീവിതം, അതിന്റെ പരിണിത ഫലം അത് പരാജയമാണ്. हमारे यहाँ बेंगलुरु में टैनरी रोड के इलाके में एक झगड़ा हो गया. നമ്മുടെ നാട്ടില് ബാംഗ്ലൂരില് ടാനറി റോഡില് ഒരു 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 കലാപം ഉണ്ടായി, ചെറിയൊരു പ്രശ്നം ഉണ്ടായി. तो पुलिस बहुत से नौजवानों को पकड़ के ले गई. പോലീസ് കുറെ അധികം ചെറുപ്പക്കാരെ പിടിച്ച് കൊണ്ടുപോയി. तो ऐसे मौके पर जो मिलता है उसे पकड़ के ले जाते हैं. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ മുന്നിൽ കാണുന്നവരെ, കണ്ണ് കാണുന്നവരൊക്കെ പോലീസ് പിടിച്ചു കൊണ്ടുപോകാറുണ്ട്. तो एक हमारे मुफ्ती साहब फजर की नमाज पढ़ाकर आ रहे थे, पुलिस उनको भी पकड़ के ले गई. നമ്മളൊരു മുഫ്തി സാഹിബ് പാവം പള്ളിയിൽ സ്വയംസ്കരിച്ച് വരികയായിരുന്നു, പോലീസ് മുഫ്തി സാഹിബിനെ പിടിച്ചങ്ങ് കൊണ്ടുപോയി. वो समझा रहे हैं, देखो मैं नमाज पढ़ाने गया था, मैं इमाम हूँ, नमाज पढ़ाता हूँ, नमाज पढ़ा के आ रहा हूँ. हाँ, वो तो कान भी नहीं, आंख भी नहीं, सुनता नहीं, देखता नहीं. അപ്പൊ
वो पकड़ के ले गए उनको। അപ്പൊ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ഞാനിതാ ഇപ്പൊ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ ഇമാമാണ്, ഞാൻ നിസ്കരിച്ച് തിരിച്ചു വരികയാണ്, क्या घर है मेरा? ഇവിടെ തന്നെയാണ്, എന്റെ അടുത്താണ് എന്റെ വീട്. പക്ഷെ ഈ ആരോടാ പറയുന്നത്? കണ്ണും മൂക്കും ഇല്ലാത്ത ആളെന്ന് പറയില്ല, നമ്മള് ചെവിയും ഇല്ല കാണാത്തവരായ ആൾക്കാര്. അവരിത് കേൾക്കാനൊന്നും നിന്നില്ല, അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി जेल में डाल दिया। കൊണ്ടുപോയി ജയിലിലിട്ടു. अब वहाँ जेल में देखा तो ऐसी और भी कुछ बेकसूर लोग थे। അപ്പൊ നോക്കുമ്പോ ജയിലിൽ കുറെ മനുഷ്യരുണ്ട്, കുറെ നിരപരാധികളായ ആൾക്കാര്, നമ്മളെ ആൾക്കാര്. चेहरे से देखने से मालूम हो जाता है। അപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊക്കെ നമ്മളെ ആൾക്കാർ തന്നെ. उसमें जमातों में गए हुए लोग भी थे, അതിൽ ജമാഅത്തിൽ പോയ ആൾക്കാരുണ്ട് ആ കൂട്ടത്തില്, वो भी पकड़ में आ गए। ഓരെയും പിടിച്ചുകൊണ്ടാന്നിട്ടുണ്ട്. तो मुफ्ती साहब ने कहा कि भाई देखो नमाज पढ़ेंगे, चलो नमाज पढ़ेंगे। അപ്പൊ അദ്ദേഹം പറഞ്ഞു, വരി നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നിസ്കാരം ഇവിടെ നിസ്കരിക്കാം. तो वो जेल वालों ने भी थोड़ा उनको रिलैक्स दे दिया। അപ്പൊ അവര് നിസ്കരിക്കാനൊക്കെ തുടങ്ങിയപ്പോ ജയിലിലുള്ള ആൾക്കാർ കുറച്ച് അവർക്കൊരു ഇളവുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. तो वो आके नमाज मुफ्ती साहब पढ़ाते और सब लोग जमात बना के नमाज पढ़ते। അപ്പൊ മുഫ്തി സാഹിബിനെ ഇമാമത്ത് നിർത്തിക്കൊണ്ട് ഇമാമാക്കിക്കൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ തുടങ്ങി. अब नमाज के बाद क्या करना? നമസ്കാരത്തിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? क्या करते आप लोग मस्जिदों में भाई? നിങ്ങൾ നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ എന്താ സാധാരണ ചെയ്യല്? हाँ जोर से बोलो ना। तालीम, താലീമ്, फजाइल की तालीम। ഫദായിലിന്റെ താലീമ്. तो नमाज के बाद किताब पढ़ना शुरू कर दी फजाइल की। നിസ്കാരത്തിന് ശേഷം കിതാബ് വായിക്കാൻ തുടങ്ങി, ഫദായിലിന്റെ കിതാബ് വായിക്കാൻ തുടങ്ങി. मस्जिद में तालीम 5 मिनट देर हो जाए तो सारे मुसल्ली उसकी जान को आ जाते हैं। പള്ളിയിലെങ്ങാണ്ടുള്ള താലീം 5 മിനിറ്റിലെങ്ങാണ്ടും കൂടിപ്പോയി കഴിഞ്ഞാല് മുഴുവൻ ആൾക്കാരും താലീം വായിക്കുന്നവന്റെ ജീവൻ എടുത്തു കളയും. क्या आमिर साहब हमना कोई काम नहीं है क्या दूसरा? അപ്പൊ ചോദിക്കും, എന്താ അമീർ സാഹിബ് ഞമ്മക്ക് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ നീട്ടി വായിക്കലാണോ? ये पढ़ता रहता है घड़ी नहीं देखता। നിങ്ങൾ ഇങ്ങനെ നീട്ടി വായിക്കാണ്, നിങ്ങൾക്ക് സമയമൊക്കെ നോക്കിക്കൂടെ? സമയം നോക്കിയിട്ട് വായിച്ചൂടെ? इसको बदलो तालीम करने वाला। ഈ താലീം വായിക്കുന്ന ആളെ മാറ്റണം, വേറെ ആളെ വെക്കണം. नहीं तो भाई कल से नहीं, मैं नहीं बैठता। ഇങ്ങനെ ഇയാളാണ് വായിക്കുന്നെങ്കിൽ ഇനി ഞാൻ ഇരിക്കൂലട്ടോ എന്ന് പറയും. तो 5 मिनट देर हो तो वहाँ जान खाते हैं। 5 മിനിറ്റ് എങ്ങാണ്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചൂടാവും, പ്രശ്നം ഉണ്ടാക്കും. यहाँ कहाँ जाना है? ഇവിടെ എങ്ങോട്ട് പോകാനാണ്? हाँ, ജയിലിലാണ്. കച്ചവടം ഇല്ല, കടയില്ല. തിജാറത്ത് भी नहीं, दुकान भी नहीं. പടോ ജത്താ ചായ പടോ. എത്ര വേണേ വായിച്ചോളി, എത്ര വേണേ നിർത്തണ്ട, വായിച്ചോളി. फिर उसके बाद हल्के बनाओ, അതിനുശേഷം ഹൽക്കകൾ ഉണ്ടാക്കി ഇരുന്നോളിൻ. तजवीद के हल्के। എന്നിട്ട് അദ്ദേഹം ഹൽക്കകളാക്കി ഖുറാൻ പഠിപ്പിക്കാൻ തുടങ്ങി, ഖുറാന്റെ ഹൽക്ക. वो उन्होंने देख लिया किसको कितना कुरान आता है, तो फिर जोड़ियां बनाई। അദ്ദേഹം നോക്കി ആ കൂട്ടത്തിൽ എത്ര ആൾക്ക് എത്രമാത്രം ഖുറാൻ അറിയാം, എന്നിട്ട് അറിയുന്നവരെയും അറിയാത്തവരെയും കൂട്ടി ജോഡികളാക്കി മാറ്റി. कि जिसको सही नहीं आता वो सही करे। ആർക്ക് നന്നായി ഓതാൻ അറിയുന്നോ അവര് ഓതാൻ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. तो अब तालीम हुई, नमाज हुई, तालीम हुई, तजवीद के हल्के। അപ്പം ജമാഅത്ത് നിസ്കാരമായി, താലീമായി, തജ്വീദിന്റെ ഹൽക്ക, ഖുറാന്റെ ഹൽക്കയുമായി. वो जेल जो है वो एक इज्तिमा बन गई। ഈ ജയിലെല്ലാം കൂടി ഒരു ഇസ്തിമ നടക്കുന്ന പന്തൽ പോലെ, സ്ഥലം പോലെ ആയി മാറി. कि सारे अमल हो रहे हैं। എല്ലാ അമലുകളും നടക്കാൻ തുടങ്ങി. कुछ दिनों के बाद, 10-15 दिन के बाद वो फोन देते हैं ना बात करने के लिए, चंद मिनट के लिए। तो इनको किसी ने फोन दिया, तो इन्होंने अपनी अम्मा को फोन किया। 10-15 ദിവസമാകുമ്പോൾ നമ്മൾ സാധാരണ ജയിലിലുള്ള ആൾക്കാർക്ക് ഫോണ് കൊടുത്തിട്ട് ഫോൺ വിളിക്കാനുള്ള ഒരു സൗകര്യം. അപ്പം അദ്ദേഹത്തിന് ഉമ്മാനെ ഒന്ന് ഫോണിൽ ആൾക്കാർ കണക്ട് ചെയ്ത് കൊടുത്ത് അവിടുന്ന് ജയിലധികൃതർ. तो फोन में अम्मा रो रही है, बेटा तू कब रे आता? ഉമ്മ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഫോണിൽ, മോനെ നീ എപ്പം വരും മോനെ എന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഉമ്മ. मुझे खाना भी नहीं चल रहा है रे। നീ വരാഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല മോനെ എന്ന് പറഞ്ഞ് ഉമ്മ കരയാണ് ഫോണില്. वो वहां से जवाब देते हैं, अम्मा रो मत, मैं बहुत मजे में हूँ। അപ്പൊ അവിടുന്ന് മറുപടി, ഉമ്മ നിങ്ങൾ കരയണ്ട, ഞാൻ ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണ്, വലിയ റാഹത്തിലാണ് ഉള്ളത്. वहां भी इमाम था, यहाँ भी इमाम हूँ, ഞാൻ പുറത്തും ഇമാമാണ്, ഇവിടെയും ഇമാമ് തന്നെയാണ്. नमाज़ें पढ़ा रहा हूँ, ഞാൻ ഇവിടെ നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്, कुरान सिखा रहा हूँ। ഞാൻ ഖുർആന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. जो वहां करता था बाहर वही यहाँ भी कर रहा हूँ। ഞാൻ പുറത്തെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. बीवी रो रही है, कब्जी आते हैं,
तुम्हारा बीवी रो रही है, कब्जी आते हैं। ഭാര്യ കരയാണ്, നിങ്ങൾ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞ് ഭാര്യ കരഞ്ഞോണ്ടിരിക്കുക. तो वो बोलते हैं नहीं नहीं मैं 4 महीने का इरादा कर लिया। അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ വരില്ല, ഞാൻ 4 മാസത്തെ നിയത്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. अब मैं आऊंगा भी तो सीधे जमात पे जाऊंगा, 4 महीने पूरे करके आऊंगा। ഞാനിനി വന്നാൽ തന്നെയും ഞാൻ എന്ത് ചെയ്യും, നേരെ ജമാത്തിലേക്ക് പോകും. 4 മാസം പൂർത്തിയാക്കിയിട്ടേ ഞാനിനി വീട്ടിൽ കയറുള്ളൂ. हाँ, मरकज जाऊंगा, वहां से जमात में जाऊंगा, 4 महीने पूरे करके आऊंगा। ഞാൻ ഇവിടുന്ന് വിട്ടാലും വീട്ടിൽ വരില്ല, നേരെ ഞാൻ മർക്കസിൽ പോയി 4 മാസം പൂർത്തിയാക്കിയിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. तो वो जो सारे खैदी थे वो कहने लगे कि मुफ्ती साहब यहाँ जेल में आप नहीं आए हो, अल्लाह ने आपको हमारे लिए भेजा है। അപ്പൊ ആ ജയിലിലുള്ള ആൾക്കാർ പറഞ്ഞു, മുഫ്തി സാഹിബ് ജയിലിൽ നിങ്ങൾ വന്നതല്ല, അള്ളാഹു നമ്മൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. हमको नमाज सिखाने, कुरान सिखाने तुमको अल्लाह ने भेजा है। നമ്മളെ നമസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത ഏർപ്പാടാണ് ഇതെന്ന് അവർ പറഞ്ഞു. तो भाइयों दावत तो हर हाल में हर जगह चलती है। അതുകൊണ്ട് സഹോദരന്മാരെ, ദാവത്ത് എല്ലാ അവസ്ഥയിലും എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. तो यूसुफ अलैहिस्सलाम ने जेल में दावत दी है, वो इनफरादी दावत है। യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ നൽകിയത് ഇൻഫ്രാദിയായ ദാവത്ത്, ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരോട് പറയുന്ന ദാവത്ത്. वही जरिया बनी उनके जेल से निकलने का। അത് അദ്ദേഹത്തിന്റെ ജയിലിൽ നിന്നുള്ള മോചനത്തിന് കാരണമായി തീർന്നു. उसी से उनको जेल वालों ने पहचाना। ഇതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ജയിലധികൃതർക്ക് മനസ്സിലായത്. फिर उसी से बादशाह को पता चला कि इतना बड़ा आदमी, इतना समझदार आदमी हमारे यहाँ जेल काट रहा है। അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, ഇത്ര വലിയ കഴിവുള്ള ഒരാള് നമ്മളെ ജയിലിൽ കിടന്ന് അയാളെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. और ऐसी जेल काट रहा है कि उसके ऊपर अभी तक FIR नहीं। എങ്ങനത്തെ ആളാണ് നമ്മൾ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത്, അയാളെ മേലെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. यूसुफ अलैहिस्सलाम पर कोई FIR नहीं थी 10 साल तक। യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ ഒരു കുറ്റാരോപണം വന്നിട്ടുണ്ടായിരുന്നില്ല, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. केस की कोई डेट नहीं, കേസ് പോസ്റ്റ് ചെയ്തിട്ടില്ല, അതിന്റെ ഡേറ്റ് ഒന്നുമില്ല, എന്നാണ് ഇത് ഒന്നുമില്ല. कब हियरिंग होगी, എപ്പോഴാണ് ഇതിന്റെ ഒരു വിചാരണ ഉണ്ടാവുക, ഹിയറിംഗ് ഉണ്ടാവുക, അതിനൊന്നും ഒരു ഡേറ്റ് ഉണ്ടായിരുന്നില്ല. एक अजनबी है, परदेसी है, जेल में पड़ा है, दिन गुजर रहे हैं, महीने गुजर रहे हैं, बरस गुजर रहे, 10 साल गुजर गए. ഒരു അപരിചിതനാണ്, ഒരു വിദേശിയാണ്, ആൾക്ക് പരിചയമില്ലാത്ത ആളാണ്, അതുകൊണ്ട് ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല, ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ, 10 വർഷം. फिर तख्त पे आके बैठे, എന്നിട്ട് എന്തായി, വന്ന് സിംഹാസനത്തിലിരുന്നു. कि अब हालात इतने हैं कि तुम ही संभाल सकते हो. बादशाह ने जो ख्वाब देखा था, तो बादशाह ने कहा कि अब संभालना तुम्हारा काम है. അപ്പം അദ്ദേഹം കണ്ട സ്വപ്നം, രാജാവ് കണ്ട സ്വപ്നം, അതിന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത സൊല്യൂഷന് രാജാവിന് മനസ്സിലായി, ഈ കാര്യം നിറവേറ്റാൻ, ഈ കാര്യം കൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് കസാര കൊടുത്തു, അദ്ദേഹത്തിന് സിംഹാസനം കിട്ടി. फिर क़हत आया, വലിയ ക്ഷാമം വന്നു. पूरे अरब में क़हत आया, മുഴുവൻ അറേബ്യയിലും ക്ഷാമം ഉണ്ടായി. पूरा अरब क़हत. മുഴുവൻ അറേബ്യയിലും ക്ഷാമം വന്നു. सिर्फ मिस्र में अनाज मिलता था. ആകെ കൂടി എന്തെങ്കിലും ഒരു ധാന്യം അതുണ്ടെങ്കിൽ അത് മിസ്റിൽ മാത്രം, ഈജിപ്തിൽ മാത്രം. बाकी सब जगह क़हत. ബാക്കി മുഴുവൻ സ്ഥലം, അതിന് ചുറ്റുഭാഗം ക്ഷാമം, വരൾച്ച. अब भाई आए, ആ സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു, अनाज लेने, ധാന്യം ഏറ്റുവാങ്ങാൻ വേണ്ടി, റേഷൻ ഏറ്റുവാങ്ങാൻ വേണ്ടി. कि मालूम था मिस्र में ही अनाज मिलता है. ഇതിപ്പോ മിസ്റിൽ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് മിസ്റിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അത് ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നു. और अनाज मिलता था यूसुफ अलैहिस्सलाम के कलम दस्तखत से. ഈ എന്തെങ്കിലും ധാന്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒപ്പിട്ട് കൊടുക്കണം, അദ്ദേഹം പാസ്സാക്കണം. तो किसके पास आए? ആരടുക്കലേക്ക് വന്നു? सारे भाई मिलकर आए यूसुफ अलैहिस्सलाम के पास. എല്ലാ സഹോദരന്മാരും കൂടി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് വന്നു. यूसुफ अलैहिस्सलाम ने पहचान लिया ये मेरे भाई हैं, യൂസുഫ് നബി അലൈഹി ഇസ്ലാം മനസ്സിലാക്കി, ഇതെന്റെ സഹോദരന്മാരാണ്. जिन्होंने मुझे वतन से निकाला था, ആര് എന്നെ എന്റെ നാട്ടിൽ നിന്നും പുറത്താക്കിയോ അവരാണിവർ. कुएं में डाला था, എന്നെ കൊണ്ട് കിണറ്റിൽ ഉപേക്ഷിച്ചവർ, बेचा था, എന്നെ കൊണ്ട് ഞാൻ അത് കാരണമായി വിൽക്കപ്പെടേണ്ടി വന്നവർ, गुलाम बना के बेचा था. എന്നെ അടിമയാക്കി അവർ കാരണമായി.
मिस्र के बाजार में बेचा था, എന്നെ മിസ്റിൽ കൊണ്ട് തെരുവിൽ എന്നെ വിൽക്കപ്പെട്ടു. फिर 10 साल जेल में गुजारे थे. ഞാൻ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇവരെ കൊണ്ട്. ये पूरी तारीख, ഈ മുഴുവൻ ചരിത്രവും. तो भाइयों ने इनको नहीं पहचाना. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞില്ല. भाई कहने लगे कि ए अजीज मिस्र, हम शरीफ खानदान के लोग हैं, हमारे घर पर बड़ी मुसीबत आई है, हम शरीफ खानदान के लोग हैं, हमारे घर पर बड़ी मुसीबत आई है, हमारे घर में खाने की कोई चीज़ नहीं है, जानवर थे गाय बकरियां, हम वो भी खा गए, अब हमारे घर में खाने की कोई चीज़ नहीं है, हमारा बूढ़ा बाप हम फाकों से दिन गुजारते हैं, हम आपसे अनाज लेने आए हैं, मदद लेने आए हैं, वो अनाज की कीमत भी देने के लिए हमारे पास नहीं है, जो घर में था वो उठा के लाए हैं, इसको आप कीमत मत समझो, जो आप दोगे वो हमारे ऊपर एहसान होगा. അവർ വന്നിട്ട് പറഞ്ഞു, മിസ്രിന്റെ അധിപനായ ചക്രവർത്തി, ഞങ്ങൾ വലിയ കുടുംബത്തിൽ, മാന്യമായ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നശിച്ചു പോയി, ഒന്നും ഞങ്ങളുടെ കയ്യിൽ ബാക്കിയില്ല, ഞങ്ങളുടെ കയ്യിൽ ഭക്ഷ്യവസ്തുക്കളില്ല. കുറച്ച് ആടുമാടുകൾ ഉണ്ടായിരുന്നത് അതും നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞു, ഇനി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, പട്ടിണി, ദാരിദ്ര്യം. ഞങ്ങൾക്കാണെങ്കിൽ പ്രായാധിക്യത്താൽ വിഷമിക്കുന്ന നമ്മുടെ വാപ്പയുണ്ട്, വയോധികനായ ബാപ്പയുണ്ട്. ഞങ്ങൾ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. നിങ്ങളുടെ കരുണയുടെ പേരിൽ ഞങ്ങൾക്ക് കുറച്ച് ധാന്യം നൽകണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇതിനുള്ള തുകക്ക് മാത്രമുള്ള സാധനങ്ങളല്ല, ഞങ്ങൾക്ക് നിങ്ങൾ തരാൻ പോകുന്ന ധാന്യത്തിന് പകരമായി നൽകാൻ ഞങ്ങളുടെ അടുത്ത് പണം പോലുമില്ല. നിങ്ങൾ ഞങ്ങളോട് ഉപകാരം ചെയ്യണം, നമ്മളെ മേൽ നിങ്ങൾ അലിവ് ചെയ്യണം, നമ്മളുടെ ദാരിദ്ര്യത്തെ മാറ്റിത്തരണം, നമ്മൾക്ക് കുറച്ച് ധാന്യം താങ്കൾ പാസ്സാക്കി തരണം എന്ന് അവർ വന്നു അപേക്ഷിച്ചു. യൂസുഫ് अलैहिस्सलाम की आंखों में आंसू आ गए. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇത് കേട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. मेरे घर का ये हाल है, എന്റെ വീട്ടിന്റെ അവസ്ഥ എങ്ങനെ ആയിപ്പോയല്ലോ, मेरा बूढ़ा बाप, मेरे भाई भूखे हैं, എന്റെ വയസ്സായ എന്റെ വാപ്പ, എന്റെ സഹോദരന്മാര് അവര് പട്ടിണിയിലായിപ്പോയല്ലോ. अरे नबी के घर का ये हाल है. നബി കാലഘട്ടത്തിന്റെ നബിയുടെ വീട്ടിലുള്ള അവസ്ഥ, कि मेरे नबी के घर का ये हाल है कि उसके घर में खाने की कोई चीज नहीं है, वो फाके गुजर रहे हैं. നബിമാരുടെ വീട്ടില് ഭക്ഷണം കഴിക്കാൻ ധാന്യങ്ങളില്ല, ഭക്ഷണമില്ല, അവിടെ വരൾച്ച, പട്ടിണിയാണ്. तो उन्होंने अनाज दिया, फरमाया आइंदा साल भी आओ दूंगा. അദ്ദേഹം ധാന്യം കൊടുത്തു, എന്നിട്ട് പറഞ്ഞു വീണ്ടും വന്നാൽ വീണ്ടും നൽകുന്നതാണ്. साल भर का दिया, ഒരു വർഷത്തേക്കുള്ളത് കൊടുത്തു. तो फरमाया आइंदा साल आओ फिर भी दूंगा. അടുത്ത വർഷം വന്നാൽ വീണ്ടും നൽകുന്നതാണ്. जब अगले साल अनाज लेने के लिए चलने लगे तो याकूब अलैहिस्सलाम कहते हैं बच्चों से, मेरे बेटो जब मिस्र जाओ अनाज लेने के लिए तो मिस्र में मेरे यूसुफ को तलाश करना. അടുത്ത വർഷം ധാന്യത്തിന് വേണ്ടി പോകുന്ന തന്റെ മക്കളോട് പ്രായമുള്ള യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ, അദ്ദേഹം പറഞ്ഞു, മക്കളെ നിങ്ങള് മിസ്രിൽ ധാന്യത്തിന് വേണ്ടി പോയാൽ അവിടെ നിങ്ങൾ എന്റെ യൂസുഫിനെ നിങ്ങൾ തിരയണമെന്ന് പറഞ്ഞു അവരോട്. मेरे यूसुफ को तलाश करो. എന്റെ യൂസുഫിനെ നിങ്ങൾ തിരയണം. तो बेटे कहने लगे कि बुढ़ापे में आदमी का यही हाल होता है. മക്കള് പറഞ്ഞു, വയസ്സായി കഴിഞ്ഞാല് ഇങ്ങനെയാണ് ആൾക്കാരുടെ അവസ്ഥയായി മാറുന്നത്. यूसुफ यूसुफ यूसुफ, उसकी याद में रोते रोते याकूब अलैहिस्सलाम की आंखें चली गई. യൂസുഫ് 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 എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിതനായി അതിൽ തന്നെ വ്യാകുലപ്പെട്ട് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു. अब भी उसकी याद छोड़ते नहीं. ഇപ്പോഴും നിങ്ങൾക്ക് വിട്ടിട്ടില്ല, ഇപ്പോഴും ആ ഓർമ്മയുമായി നടക്കുകയാണോ? रोते रोते यूसुफ अलैहिस्सलाम, याकूब अलैहिस्सलाम की आंखों की नजर चली गई थी. കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു.
अब भी छोड़ते नहीं उसकी याद। ഇപ്പോഴും നിങ്ങൾ വിട്ടിട്ടില്ലേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ? कहाँ का यूसुफ? എവിടുത്തെ യൂസുഫ്? पता नहीं है भी कि मर गया। ഉണ്ടോ ഇല്ലേ, മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാത്ത യൂസുഫ് है तो कहाँ है? ഉണ്ടെങ്കിൽ തന്നെ എവിടെയായിരിക്കും? मिस्र में जाके कहाँ ढूंढेंगे? മിസ്രിൽ പോയി എന്തിനാ തെരയുന്നത്? तो हजरत याकूब अलैहिस्सलाम कहते हैं कि बेटो बेटो मैं अल्लाह की रहमत से मायूस नहीं हूँ, मैं अल्लाह की रहमत से मायूस नहीं हूँ। मेरा अल्लाह मुझे यूसुफ से मिलना नसीब करेगा। അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഞാൻ നിരാശപ്പെടുകയില്ല. എൻ്റെ അള്ളാഹു എന്നെ യൂസുഫുമായി തീർച്ചയായും വീണ്ടും സന്ധിക്കാനുള്ള അവസരം എനിക്ക് നൽകുക തന്നെ ചെയ്യും. तो उलमा ने लिखा है कि मोमिन हालात से मायूस नहीं होता। സമര ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഒരു മൂമിൻ അവന്റെ അവസ്ഥകളിൽ ഒരിക്കലും നിരാശപ്പെടുകയില്ല. वो हालात आते हैं तो अल्लाह से उम्मीद रखता है। അവൻ അവസ്ഥ വന്നാൽ അവൻ അള്ളാഹുവിൽ വലിയ പ്രതീക്ഷകൾ വെക്കും. अल्लाह से कभी वो मायूस नहीं होता। അള്ളാഹുവിനെ കുറിച്ച് അവൻ ഒരിക്കലും പ്രതീക്ഷ കൈവിടുകയില്ല, നിരാശപ്പെടുകയില്ല. मायूस करना शैतान का काम है। നിരാശപ്പെടുക എന്നത് അത് ശൈത്താന്റെ ഒരു ജോലിയാണ്, അവന്റെ വേലയാണ്. उम्मीद रखना मोमिन का काम है। പ്രതീക്ഷകൾ വെക്കുന്നത് അത് മൂമിന്റെ ജോലിയാണ്. तो उलमा ने लिखा है कि याकूब अलैहिस्सलाम का हाल लिखा है कि मोमिन कभी मायूस नहीं होता। ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ എഴുതിക്കൊണ്ട് ഒരു മൂമിൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല. और हालात से घबरा कर काम नहीं छोड़ता। അതുപോലെ അവസ്ഥകൾ വന്നാൽ, എത്ര വലിയ അവസ്ഥകൾ വന്നാലും ദീനിന്റെ പരിശ്രമം വിട്ടുകളയാൻ പാടില്ല. वो हालात में अपना काम करता रहता है। അവൻ എല്ലാ അവസ്ഥയിലും അവന്റെ ജോലികൾ പൂർത്തിയാക്കി കൊണ്ടേ പോകും. दो काम मोमिन के, രണ്ട് ജോലിയാണ് ഒരു മൂമിൻ്റെത്. एक सबर ഒന്ന് ക്ഷമ, और दूसरे अल्लाह का हुक्म पूरा करना। രണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തിയാക്കൽ. हालात में हुक्म छोड़ना नहीं, അവസ്ഥകളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒഴിവാക്കാൻ പാടില്ല. हालात में हुक्म पूरा करना। എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തിയാക്കണം. और सबर, ക്ഷമ രണ്ടാമത്തേത്. और उम्मीद പിന്നെ പ്രതീക്ഷ, कि अल्लाह हालात बदलेगा। അള്ളാഹു സുബ്ഹാനഹു വ തആല അവസ്ഥകൾ മാറ്റിത്തരും. तो जब दूसरी मर्तबा आए तो एक दूसरे ने पहचान लिया, भाइयों ने पहचाना ये यूसुफ हैं। രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവർ തമ്മിൽ മനസ്സിലായി, സഹോദരന്മാർക്ക് മനസ്സിലായി ഇത് യൂസുഫ് ആണെന്ന്. हाँ हाँ, कैसा अजीब अंदाज है कुरान में। कहते हैं अंत यूसुफ, तुम ही यूसुफ हो? कहते हाँ मैं यूसुफ। ഖുറാനില് അത് എത്ര വലിയ രീതിയിലാണ് പടച്ചോൻ അത് പറഞ്ഞത്, ഒരു വലിയ അത്ഭുതകരമായ രീതിയിലാണ്. ആ സഹോദരന്മാര് ചോദിച്ചു, അന്ത യൂസുഫ്, നിങ്ങൾ യൂസുഫ് ആണോ? പറഞ്ഞ ഞാൻ തന്നെയാണ് യൂസുഫ്. तो अपना कुर्ता दिया അദ്ദേഹത്തിന്റെ കുർത്ത ഊരി കൊടുത്തു. और फरमाया कि जाकर ये कुर्ता मेरे बाप की आंखों पर रखना, उनकी बीनाई आ जाएगी। എന്നിട്ട് പറഞ്ഞു, ഈ കുർത്ത ഇത് പാപ്പായുടെ മുഖത്ത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു, പാപ്പായുടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. जब भाई कुर्ता लेकर मिस्र से चले तो यूसुफ अलैहिस्सलाम कहते हैं कि मुझे, याकूब अलैहिस्सलाम कहते हैं कि मुझे यूसुफ की खुशबू आ रही है। ഇവർ ഈ കുർത്തയുമായി മിസ്റിൽ നിന്നും വാപ്പയുടെ അടുത്തേക്ക് പുറപ്പെടുമ്പോൾ തന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം വീട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞു, എനിക്ക് യൂസുഫിന്റെ സുഗന്ധം എനിക്ക് അലയടിക്കുന്നു. बीनाई आ गई। അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. फिर पूरे खानदान को अल्लाह ने जमा कर दिया। മുഴുവൻ കുടുംബം ഒത്തുചേർന്നു, ഒരുമിച്ച് കൂടി. यूसुफ अलैहिस्सलाम ने भाइयों को माफ कर दिया। യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ സഹോദരന്മാർക്ക് മാപ്പാക്കി കൊടുത്തു. कि शैतान ने हमारे दरमियान ये किया था, मैं माफ करता हूँ सबको। യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നമ്മളിടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ശൈത്താനാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നു. ला तसरीबा अलैकुमुल यौम। हुजूर ने भी फतेह मक्का के मौके पर यह फरमाया कि मुझे तुम्हारे से कोई गिला नहीं है।
നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിട്ട് മാപ്പാക്കി തന്നിരിക്കുന്നു ഇന്ന ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹായ ദിവസവും ഇതേ വാക്കുകൾ പറഞ്ഞു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഞാൻ വിട്ടു പുറത്ത് മാപ്പാക്കിയിരിക്കുന്നു. तो ये दावत की राह है. ഇത് ദാവത്തിന്റെ രീതിയാണ് സഹോദരന്മാരെ. हालात आएंगे, അവസ്ഥകൾ വരും. मांगना नहीं हालात, അവസ്ഥകൾ ചോദിച്ച് വാങ്ങാൻ പാടില്ല. क्योंकि हम कमजोर हैं, നമ്മള് ബലഹീനരാണ്. हम उन हालात में जम नहीं सकेंगे. നമുക്ക് അവസ്ഥകൾ വന്നാൽ നമുക്ക് ചിലപ്പോൾ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല അവസ്ഥകളിന്മേൽ. लेकिन हालात आए तो अल्लाह से उम्मीद रखना, പക്ഷെ അവസ്ഥകൾ മോശമായി കഴിഞ്ഞാലും അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ നമ്മൾ വിടാൻ പാടില്ല. कि वही लाने वाला है हालात. ഈ അവസ്ഥകൾ മോശമായത് അത് കൊണ്ടുവന്നത് അള്ളാഹു തന്നെയാണ്. वही बदलेगा. അവൻ തന്നെ ഇത് മാറ്റും. एक मौके पर हमारे दुनिया के मुल्कों के जिम्मेदार जमा हुए. ഒരു അവസരത്തിൽ ലോകത്തിലുള്ള നമ്മുടെ ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് കൂടി. सबका सवाल ये था എല്ലാവരുടെയും ചോദ്യം ഒന്നായിരുന്നു, कि ये कोविड है, तो लॉकडाउन है, ഇപ്പൊ കോവിഡ് ആണ്, ലോക്ക്ഡൌൺ ആണ്, कैसे तबलीग करना. എങ്ങനെയാണ് തബ്ലീഗ് ചെയ്യേണ്ടത്? तो हमने सबने मशवरा किया. എല്ലാവരും മനസ്സിലാക്കിക്കോളി. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു, മശൂറ ചെയ്തു. और हमारे सारे बुजुर्गों ने मशवरा करके ये फरमाया कि देखो भाई, कानून नहीं तोड़ना. നമ്മുടെ മുഴുവൻ മഹാന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് മശൂറ ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നമ്മൾ ആരും നിയമം തെറ്റിക്കാൻ പാടില്ല, നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, और काम नहीं छोड़ना. അതുപോലെ പ്രവർത്തനവും വിട്ട് കളയാൻ പാടില്ല. कानून तोड़ना नहीं, काम छोड़ना नहीं. നിയമം തെറ്റിക്കാൻ പാടില്ല, പ്രവർത്തനം നിർത്താൻ പാടില്ല. मायूस होकर बैठना नहीं. നിരാശനായി ഇരുന്ന് കളയരുത്. जितना बस में है उतना करना. എത്ര നിങ്ങൾക്ക് സാധിക്കുമോ അത്ര നിങ്ങൾ ചെയ്യിൻ. तो एक मिसाल दी हमारे एक साथी ने कि हाईवे पर स्पीड लिमिट होती है. ഒരു ഉദാഹരണം പറഞ്ഞു ഒരാള്. ഹൈവേയിൽ സ്പീഡ് ലിമിറ്റിന് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. 60 किलोमीटर, 80 किलोमीटर, 60 കിലോമീറ്റർ, 80 കിലോമീറ്റർ. तो जितनी लिमिट है उतना चलाओ. എത്രയാണോ ലിമിറ്റ് അത്ര നിങ്ങൾ യാത്ര ചെയ്യും. वहाँ गाड़ी रोकने की इजाजत नहीं है. അവിടെ നിങ്ങൾ വണ്ടി നിർത്തിയിട്ടേക്കരുത്, चलते रहो. നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. जितनी लिमिट है उतना चलाओ. എത്രയാണോ സ്പീഡ് ലിമിറ്റ് ആ സ്പീഡ് ലിമിറ്റിൽ നിങ്ങൾ യാത്ര ചെയ്യും. उसके ऊपर मत जाओ. അതിനേക്കാളും കൂടുതൽ നിങ്ങൾ പോകല്ലേ. तो हमारे अमेरिका के एक कारकुन, वहाँ के जिम्मेदार, वो कहने लगे कि हमारे मुल्क में स्पीड लिमिट से कम चलाओ तो भी फाइन डालते हैं. ഇപ്പൊ അമേരിക്കക്കാരനായിരുന്ന ആള്, ആ മഷൂറിൽ ഉണ്ടായിരുന്ന ആള്, പഴയ പ്രവർത്തകൻ, അദ്ദേഹം പറഞ്ഞു, നമ്മൾ അമേരിക്കയിൽ എത്രയാണോ സ്പീഡ് ലിമിറ്റ് അതിനേക്കാൾ കുറച്ച് വണ്ടി ഓടിച്ചാലും നമ്മൾക്ക് എന്ത് ചെയ്യും, ടിക്കറ്റ് ഫൈൻ കിട്ടും, ചലാൻ എടുക്കേണ്ടി വരും. यानी 80 को 60 चलाओ तो भी टिकट मिलेगा. 80 സ്പീഡ് ലിമിറ്റുള്ള അടുത്ത് 60 പോയി കഴിഞ്ഞാലും അവിടെ പേ കൊടുക്കേണ്ടി വരും. मैंने पहली बार सुना था. ഞാൻ ആദ്യമായിട്ടാണ് അത് കേട്ടത്. तो मैंने उनसे पूछा, ओवर स्पीड पर टिकट मिलता है ये तो मालूम है, ये स्पीड कम चलाओ तो भी टिकट मिलता है, ये क्यों भाई, इसका क्या लॉजिक है. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഓവർ സ്പീഡായി കഴിഞ്ഞാൽ അതിന് പേ കൊടുക്കുക, ഫൈൻ കൊടുക്കുക, അത് മനസ്സിലാവുന്നുണ്ട്. സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ അതിന് ഫൈൻ അടക്കേണ്ടി വരിക, പേ കൊടുക്കേണ്ടി വരിക, ഇതിലെന്ത് ലോജിക്കാണുള്ളത്, ഇതിലെന്താ കാര്യം? तो वो कहने लगे कि ये स्पीड कम चला के पीछे वालों का रास्ता रोक रहा है. കാരണം അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി തന്നു, ഈ ആള് സ്പീഡ് കുറക്കുന്നത് കാരണമായി പിറകിൽ വരുന്ന ആൾക്കാർക്ക് വിഘ്നം വരുത്തുകയും അവർക്കൊരു തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. जो 80 चला सकता था उसको भी 60 पर ले आया. ഈ 80 പോവാൻ സാധ്യത ഉണ്ടായിരുന്ന പിറകിലുള്ള വണ്ടികൾ സ്പീഡ് ഇയാൾ കാരണമായി കുറക്കേണ്ടി വന്നിരിക്കുകയാണ്. उसके लिए फाइन दो. അതുകൊണ്ട് ഇയാൾക്ക് ഫൈൻ അടിക്കുക. मैं बोला या अल्लाह, समझ में आ गया कि कल ഖിയാമത്ത് में अल्लाह तबलीग वालों पर भी फाइन डालेगा. അപ്പം അദ്ദേഹം പറഞ്ഞു, മാഷാ അല്ലാഹ്, എനിക്ക് മനസ്സിലായി, അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ തബ്ലീഗാരെ മേലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ ഫൈൻ കെട്ടി പോയ ചുമത്തും. जितना कर सकते थे उतना क्यों नहीं किया. നമ്മളോട് ചോദിക്കപ്പെടും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന അത്രയും നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? बड़ी जमात 10 की नहीं बनाना. വലിയ ജമാഅത്ത് 10 ആളുടെ ജമാഅത്ത് നിങ്ങൾ ഉണ്ടാക്കണ്ട. 2 की जमात बनाकर जाके मुलाकातें करने में അവരുടെ വിവരങ്ങൾ തിരക്കാൻ വേണ്ടി പോവാണ് എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. अब तो अल्लाह का शुक्र है
3 दिन की जमातें भी निकल रही हैं। ഇപ്പൊ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. എല്ലാ 3 ദിവസത്തെ ജമാത്തുകൾ പുറപ്പെടാൻ തുടങ്ങി. चिल्लों की जमात भी निकल रही है। 4 ദിവസത്തെ ജമാത്തുകൾ പുറപ്പെടാൻ തുടങ്ങി. പലതുപോലെ मुल्कों में जमातें जा रही हैं। വിദേശങ്ങളിലേക്ക് ജമാത്തുകൾ പുറപ്പെടാൻ തുടങ്ങി. हाँ, अभी अमेरिका में जमात चल रही है, अमेरिका के अंदर അമേരിക്കയിൽ പോലും ഇപ്പോൾ ജമാത്തുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. पैदल जमातें अमेरिका में चल रही है। അമേരിക്കയിൽ പൈതൽ ജമാത്ത്, നടന്നുകൊണ്ടുള്ള ജമാത്തുകൾ അമേരിക്കയിൽ പോലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. तो भाइयों, अल्लाह ने जब रास्ते खोले हैं तो आगे बढ़ना है। അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികൾ വീണ്ടും നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പരിശ്രമത്തിൽ മുന്നേറണം. इसलिए इस इज्तिमा में तय करो അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് നിയത്തുകൾ വെക്കിൻ. कि 4-4 महीने इंशाल्लाह लगाना है। 4 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം കൊടുക്കുമെന്ന് എല്ലാവരും നിയത്ത് വെക്കിൻ. 4-4 महीने लॉकडाउन में चले गए। 4 മാസങ്ങൾ എത്ര എണ്ണം ലോക്ക്ഡൌണിൽ കഴിഞ്ഞുപോയി. वो मुफ्ती साहब की तरह कि तश्कील हुई, मैंने 4 महीने नहीं दिए, अब अल्लाह ने जेल में भेज दिया है, अब मैं नियत कर लिया हूँ कि 4 महीने लगाए बगैर घर नहीं आऊँ। ഏതുപോലെ നമ്മളെ പഴയ മുഫ്തി സാഹിബിന്റെ പോലെ എന്താണ്, ഒരു പിടിച്ചകത്തിട്ടപ്പം നീ തുറന്നാൽ പോലും 4 മാസം പൂർത്തിയാക്കിയിട്ടേ ഞാൻ വീട്ടിൽ പോവുള്ളൂ എന്നുള്ള നിയത്ത് വെച്ചതുപോലെ. तो भाई ये सारा मजमा नियत करे कि लॉकडाउन में 4 महीने गुजारे। आप क्या कितना चला 2 लॉकडाउन मिला के? 16 महीने तक, 18 महीने तक लगे. हम तो घर पे ही थे. 4 महीने तबलीग वाले मांगते थे, नहीं दिए तो मजबूर होके लॉकडाउन में बैठना पड़ा। നിങ്ങളോട് തബ്ലീഗുകാർ വെറും 4 മാസമുള്ളൂ ചോദിച്ചിരുന്നത്, അന്ന് നിങ്ങൾ കൊടുത്തിരുന്നില്ല. എത്ര 4 മാസങ്ങൾ വീട്ടിൽ നമ്മൾ ഇരിക്കേണ്ടി വന്നു പകരം. तो आज नियत करो, इरादे करो അതുകൊണ്ട് ഇന്ന് നിയത്ത് വെക്കിൻ, ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കിൻ. कि इंशाल्लाह 4 महीने लगाना है। ഇൻഷാ അല്ലാഹ് 4 മാസം പോകുന്ന എല്ലാവരും നിയത്ത് വെക്കിൻ. ഇൻഷാ അല്ലാഹ് पैदल जमातों में जाना है, ഇൻഷാ അല്ലാഹ് നടന്നുള്ള പൈതൽ ജമാത്തിൽ നമുക്ക് പോകണം. ഇൻഷാ അല്ലാഹ് मुल्कों में जाना है, ഇൻഷാ അല്ലാഹ് വിദേശങ്ങളിലേക്ക് 4 മാസം പോകണം. ഇൻഷാ അല്ലാഹ് मस्तूरात के साथ भी जाएंगे ഇൻഷാ इंशाल्लाह। അല്ലാഹ് സ്ത്രീകളെ കൂട്ടി വിദേശത്തേക്ക് പോലും പോകണം. ഇൻഷാ അല്ലാഹ് तो सब इरादे करो, इंशाल्लाह वक्त लगाना है। എല്ലാവരും നിയത്ത് വെക്കി. ഇൻഷാ അല്ലാഹ് क्या भाई इंशाल्लाह में जान नहीं है? എന്താ ഇൻഷാ അല്ലാഹ് ഒരു ജീവനില്ലല്ലോ. नाश्ता बराबर नहीं था, ഇന്നത്തെ നാസ്ത പോരായിരുന്നോ? बराबर नहीं था, കൊള്ളായിരുന്നോ? मजबूत था नहीं था? നല്ലതായിരുന്നോ, ഉഷാറായിരുന്നോ, അല്ലെങ്കിൽ പോക്കായിരുന്നോ? फिर क्यों आवाज ऐसी है? പിന്നെന്താ നിങ്ങൾക്ക് ഒരു ശബ്ദം പുറത്തേക്ക് വരാത്തത്? तो जाएंगे ना 4 महीने इंशाल्लाह। अब हल्के बनाकर 4 महीने कब लगाओगे? ഇനി നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഹൽക്കകളായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ 4 മാസം നിങ്ങൾ എപ്പോൾ പോകും? कुछ नगद जमातें भी जा रही हैं, കുറച്ച് ജമാത്തുകൾ ഉടനെ പുറപ്പെടുന്നുണ്ട്. അതിൽ തയ്യാറുള്ളവർ ഉടനെ തന്നെ. अल्लाह कबूल फरमाए। അള്ളാഹു അവരെ കബൂലാക്കുമാറാകട്ടെ. अगर किसी को कुछ तैयारी करनी है तो चंद दिनों में तैयारी करके निकलो 4 महीने। ആർക്കെങ്കിലും എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് ദിവസങ്ങൾ ഇട്ടോളി, ഗ്യാപ്പ് വെച്ചോളി, എന്നിട്ട് പുറപ്പെട്ടോളി. मुकामी भी लगाओ, मुल्कों में भी जाओ, നമ്മളെ നാടുകളിലും പോകണം. ഇൻഷാ അല്ലാഹ് വിദേശത്തേക്കും പോകണം. सारी दुनिया से जमातों के तकाजे हैं। ലോകം മുഴുവനും ജമാത്തുകളുടെ ആവശ്യമുണ്ട്. मस्तूरात की जमातों के भी तकाजे हैं। മസ്തൂറാത്ത് സ്ത്രീകൾ ഉൾപ്പെടുന്ന ജമാത്തുകളുടെയും ആവശ്യം ലോകം മുഴുവനുമുണ്ട്. हर महीना सैरोजा लगाओ, എല്ലാ മാസവും 3 ദിവസം ജമാത്തുകളിലായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കും. जिन मस्जिदों में एतराज हो वहां मत जाओ। ഏതെങ്കിലും പള്ളിക്കാര് ജമാത്ത് വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അവിടെ നിങ്ങൾ പോകണ്ട. वो लोग डरते हैं कोरोना लेके आ जाएंगे तबलीग वाले। അവര് പേടിക്കാണ്, ഇവര് വീണ്ടും കൊറോണ കൊണ്ടുവരുമോ ഈ തബ്ലീഗുകാര് എന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ. तो सारी दुनिया में तबलीग वाले ही ले जाते हैं कोरोना। ഈ ലോകത്ത് മുഴുവനും കൊറോണ കൊണ്ടു കൊടുത്തത് തബ്ലീഗുകാരാണോ? वो इटाली में भी तबलीग वाले ले गए थे। ഇറ്റലിയിലൊക്കെ തബ്ലീഗുകാര് കാരണമാണോ കൊറോണ ഉണ്ടായത്? तो डरते हैं ये तबलीग वाले आएंगे कोरोना आ जाएगा। ചില പള്ളിക്കാര് വിചാരിക്കുകയാണ് ഈ തബ്ലീഗുകാര് വന്നാൽ കൊറോണ വരും എന്ന് വിചാരിക്കുകയാണ്. तो उनको समझाओ, അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കിൻ. ना माने तो कोई हर्ज नहीं, छोड़ो दूसरी मस्जिद में चले जाओ। ഇല്ല, പക്ഷെ അവര് സമ്മതിക്കുന്നില്ല എങ്കിൽ പള്ളി മാറ്റി പിടിച്ചോളി, അടുത്ത പള്ളിയിലേക്ക് പോയിക്കോളിൻ. लड़ाई झगड़ा मत करो, ഒരു പള്ളിയിലും അടിപിടി ഉണ്ടാക്കരുത്. मस्जिद बदल दो, പള്ളി മാറ്റിക്കോളിൻ. हमारा काम कहीं भी चलेगा। നമ്മളെ പ്രവർത്തനം എവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്.
पास में मदरसा है, मदरसे में ठहर जाओ, അതിന്റെ അടുത്ത് മദ്രസ ഉണ്ടെങ്കിൽ മദ്രസയിൽ മാറി താമസിച്ചോളിൻ, वहां ठहर के काम करो। അവിടെ താമസിച്ചുകൊണ്ട് പരിശ്രമിച്ചോളിൻ. बड़ी जमात मत बनाओ, വലിയ വലിയ ജമാത്തുകൾ ഉണ്ടാക്കണ്ട, 5-6 की जमात बनाओ। 5-6 പേരുള്ള ജമാത്തുകൾ ഉണ്ടാക്കിക്കോളിൻ. गश्तों में भी बड़ी जमात मत बनाओ, ഗസ്റ്റുകളിൽ വലിയ വലിയ ജമാത്തുകളായി പുറത്തുപോയി നിങ്ങൾ ആൾക്കാരെ കാണണ്ട. 4 की जमात बनाओ। 4 ആളുടെ ജമാത്താക്കി പുറത്തുപോയി കണ്ടോളിൻ. ഗസ്റ്റില് मुलाकातों में 2 की जमात बनाओ। മുലാഖാത്തിൽ ഈ 2 പേര് മാത്രമായിട്ട് മുലാഖാത്തുകൾ ചെയ്തോളിൻ. ये सारे काम कर सकते हैं। എല്ലാ പ്രവർത്തനവും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. करने वाले के लिए ही अल्लाह रास्ता खोलता है। ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാഹു വഴികൾ തുറന്നു കൊടുക്കും. वल्लज़ीന जाहदू फीना लनहदियन्नहुम सुबुलना। तो रास्ते अल्लाह खोलता है करने वाले के लिए। പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികൾ തുറന്നു കൊടുക്കും. और नहीं करने वाले के लिए वो तो सोचते सोचते वक्त गुजार देता है। ചെയ്യാത്ത ആൾക്കാര് ആലോചിച്ചിരുന്ന് അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകും. इसलिए भाई 4-4 महीने के सब इरादे करो इंशाअल्लाह। അതുകൊണ്ട് 4 മാസത്തേക്ക് എല്ലാവരും നിയത്ത് വെക്കീന് ഇൻഷാ അല്ലാഹ്. अब हल्के बनाकर 4 महीने कब से? ഇപ്പൊ ഹൽക്ക ഉണ്ടാക്കിയിട്ട് 4 മാസം എപ്പോൾ? कौन से महीने से? ഏത് മാസം മുതൽ? चिल्ला है तो कौन से महीने से? 40 ദിവസം നിങ്ങൾ പോവാണെങ്കിൽ അത് ഏത് സമയത്ത്? मस्तूरात के साथ है तो वो भी लिखो। മസ്തൂറാത്തിനെ കൂട്ടിയിട്ട് വീട്ടിലെ സ്ത്രീകളെ കൂട്ടിയിട്ട് പോവാണെങ്കിൽ അത് എപ്പം? 3 സേറോസ. और सहरोजा कौन से हफ्ते में? ഏത് ആഴ്ചയിലാണ് നിങ്ങൾ 3 ദിവസം പോകാൻ ഉദ്ദേശിക്കുന്നത്? ആ ആഴ്ച ഇതിൻ. रोजाना कितना वक्त देंगे? ദിവസേന നിങ്ങൾ എത്ര സമയം പരിശ്രമത്തിന് വേണ്ടി കൊടുക്കും? तालीम हो रही है, शरीक होंगे। വീട്ടിലെ താലീം എപ്പോഴാണ്? അതിലെ നിങ്ങൾ കൂടുന്ന സമയം. मस्जिद में तालीम हो रही है, नहीं हो रही है तो शुरू करेंगे। പള്ളിയിൽ താലീം ഉണ്ടോ? താലീം ഇല്ലെങ്കിൽ താലീം തുടങ്ങണം. ये कुछ इशारे याददाश्त के लिए लिखे गए हैं। ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, ഒന്നും കൂടി ഓർമ്മിക്കാൻ വേണ്ടി, ഒന്നും കൂടി ഉഷാറാവാൻ വേണ്ടി എഴുതിയിരിക്കുകയാണ്. तो यहाँ से इरादे करना है, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും തീരുമാനങ്ങൾ എടുത്തിട്ട് പോകണം. फिर अल्लाह से दुआ मांगना है എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം, कि अल्लाह तेरे काम के लिए हमें कबूल कर ले। നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവേ നിന്റെ ഈ ദീനിന്റെ പരിശ്രമത്തിന് നീ എന്നെ സ്വീകരിക്കണമേ അല്ലാ എന്ന് ചോദിക്കണം. അള്ളാഹു तेरा काम तो हमारे बगैर भी चल जाएगा। നിന്റെ ഈ ദീനിന്റെ പരിശ്രമം എന്റെ ആവശ്യമില്ലാണ്ട്, ഞാനില്ലാണ്ട് ഇത് നടക്കുമല്ലോ. मेरा काम तेरे बगैर नहीं चलेगा। പക്ഷെ എന്റെ കാര്യം നീ ഇല്ലാണ്ട് നടക്കൂലല്ലോ. अल्लाह तो हमें महरूम न कर, അതുകൊണ്ട് അള്ളാഹുവേ നീ എന്നെ മെഹ്റൂമാക്കി കളയല്ലേ, ഒഴിവാക്കി കളയല്ലേ. अपने काम में हमें चला। നിന്റെ ഈ പരിശ്രമത്തിൽ നീ എന്നെയും കൂടി ചലിപ്പിക്കി. उन खुशी नसीबियों में हमें शामिल कर। എല്ലാ അവസ്ഥയിലും നമ്മളെ ഈ പരിശ്രമത്തിൽ നീ കൂട്ടല്ല. तो आइए दुआएं मांगे, അതുകൊണ്ട് ദുആ ചെയ്യണം ഇതിനു വേണ്ടി. इरादे करना, ഇതിനു വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം, फिर दुआ मांगना। എന്നിട്ട് ദുആ ചെയ്യണം. तो ये आज की आखिरी मजलिसें हैं। ഇന്നത്തെ അവസാനത്തെ മജ്ലിസുകളിൽപ്പെട്ട മജ്ലിസുകളാണിത്. मगरिब के बाद असर के बाद बयान होगा, मगरिब बाद दुआ हो जाएगी। അസറിന് ശേഷം ബയാൻ ഉണ്ടാവും, ദുആ ഉണ്ടാവും. कोई भी हमारे इस मजमे में से आइंदा जिंदगी में दीन का काम करने का इरादा किए बगैर ना जाए। നമ്മുടെ ഈ മജ്ലിസിൽപ്പെട്ട ഒരാൾ പോലും തന്റെ ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ, ശിഷ്ടം ജീവിതത്തിൽ ദീനിന്റെ പരിശ്രമം ചെയ്യാനുള്ള തീരുമാനം എടുക്കാത്ത രീതിയിൽ ഇവിടുന്ന് പോകാൻ പാടില്ല. अगर नहीं करेंगे तो दुनिया खा जाएगी। അഥവാ നമ്മൾ ദീനിന്റെ പരിശ്രമം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ സമയം ദുനിയാവ് തിന്നുകളയും. कुर्बानी दे के लगा देंगे, काम आएगा। ത്യാഗം ചെയ്ത് ദീനിന്റെ മാർഗത്തിൽ സമ്പത്തും സമയം ചെലവഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. अब आपको बताएंगे कौन सा जिला काम बैठता है। ഇപ്പൊ നിങ്ങളോട് മനസ്സിലാക്കി തരും ഏതൊക്കെ ജില്ല എവിടെല്ലാം മാറിയിരിക്കണമെന്ന്. एक एक जिला उठाएंगे, ഓരോരോ ജില്ലക്കാരെ ഇപ്പോൾ എണീപ്പിക്കുന്നതാണ്. वो जिले वाले अपनी जगह पर जाके बैठे, ആ ജില്ലക്കാർ അവർക്ക് എവിടെയാണോ സ്ഥലം തീരുമാനിക്കപ്പെട്ടത് അവിടെ പോയി ഇരിക്കും. फिर वहां बस्तियों के हल्के बनाए, എന്നിട്ട് അവരുടെ ഹൽക്കകളായിട്ട് ആ ഹൽക്കകളായിട്ട് മാറിയിരിക്കും. ജില്ലക്കകത്ത് തന്നെ वो हल्के बनाकर बैठे, അവർ ഹൽക്കകളാക്കി മാറിയിരിക്കും. अपनी जात से भी इरादे करें സ്വന്തം കാര്യത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കും. और अपने हलकों से कितनी जमातें निकालेंगे നമ്മുടെ ഹൽക്കയിൽ നിന്നും ജമാഅത്തുകൾ പുറപ്പെടുന്ന കാര്യം അതും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതിൻ. उसके भी इरादे करें। അതിന്റെ തീരുമാനങ്ങളും നിങ്ങൾ എടുക്കും. ये बहुत अहम मजलिस है। ഇത് വളരെ പ്രധാനപ്പെട്ട മജ്ലിസാണ്. शैतान किसी बहाने से उठाता है। ശൈത്താൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഈ സന്ദർഭത്തിൽ നിന്ന് നമ്മളെ തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട്. क्योंकि ये बैठेगा तो इरादा करेगा, കാരണം ഇവൻ ഇരുന്നാൽ ഇവൻ തീരുമാനമെടുത്തു കളയും.
और इरादा करेगा तो अल्लाह कितना इसे देगा वो शैतान को मालूम है. അഥവാ അവൻ തീരുമാനം എടുത്താല് അള്ളാഹു അവൻ എങ്ങനെ സഹായിക്കും, അള്ളാഹുമായിട്ട് അവൻ എങ്ങനെ അടുക്കും, അത് ശൈത്താൻ അറിയാം. तो वो जड़ काटता है അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും, വേരുകൾ അറുത്ത് കളയും. कि इनको बैठने मत दो. ഇവനെ ഇരിക്കാൻ തന്നെ വിടാൻ പാടില്ല. बैठेंगे तो इरादा करेंगे, അവൻ ഇരുന്നാൽ അവൻ തീരുമാനം എടുക്കും. इरादा करेंगे तो कुछ करेंगे. ഈ തീരുമാനം എടുത്താൽ ഇവൻ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. और अल्लाह के यहाँ इरादे की भी कीमत है. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ എടുക്കുന്ന ഈ തീരുമാനങ്ങൾ നിയ്യത്ത് വെക്കുന്നതിന് പോലും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. मोमिन का इरादा उसकी भी अल्लाह की यहाँ कीमत है. ഒരു മൂമിൻ ഒരു തീരുമാനം എടുത്താൽ അതിന് പോലും അള്ളാഹുവിന്റെ അടുക്കൽ അതിന് പ്രതിഫലമുണ്ട്. अमल इरादे पर एक देंगे, अमल पर कम से कम 10 देंगे. ഒരു നിയ്യത്ത് വെച്ചാൽ, അമലിന് വേണ്ടി നിയ്യത്ത് വെച്ചാൽ അള്ളാഹു ഒരു പ്രതിഫലം നൽകും. ഒന്ന് ചെയ്താൽ 10 ഇരട്ടി നൽകും. शैतान को मालूम है, അത് ശൈത്താന് വളരെ നന്നായിട്ട് അറിയാം. वो बैठने नहीं देगा. അതുകൊണ്ട് അവൻ ഇരിക്കാൻ നമ്മളെ സമ്മതിക്കൂല. वो बोलेगा और चाय पी के आएंगे, അവൻ പറയും ഒരു ചായ കുടിച്ചിട്ട് വരാം. उधर कुछ ठंडा पिला रहे पी के आएंगे. അവർ അവിടെ എന്തോ തണുത്തെന്തോ വെള്ളമുണ്ട്, ഒരു തണുത്ത വെള്ളം കുടിച്ചിട്ട് വരാം. तुम हल्का लगाओ, तुम लगाओ. നിങ്ങൾ ഹൽക്കായിട്ട് ഇരുന്നോളൂ, ഞാൻ ഇപ്പം വരാം. अभी गया अभी आया, ഞാൻ ഇതേ പോയി ഇതേ വന്നു എന്ന് പറയും. गया तो गया, പോയാ പോയി, फिर आया नहीं. പിന്നെ വരൂല. तो गया कि आया क्या बोलो. പോയാ വരുവോ? വരൂല. तो बैठेंगे ना इंशाल्लाह. എല്ലാരും ഇരിക്കൂലേ ഇൻഷാ അല്ലാ. अब एक एक जिला बताते हैं, वो जिले वाले उठकर अपनी जगह जाके हल्का बनाए. അപ്പൊ ഓരോരോ ജില്ലക്കാരെ ഇപ്പൊ വിളിക്കാം ഇൻഷാ അല്ലാ. ആ ജില്ലക്കാര് അവർ എണീറ്റ് അവരുടെ സ്ഥലങ്ങളിൽ പോയി ഹൽക്കകളായിട്ട് ഇരുന്നോളി.